സിനിമയോട് തന്നെയാണ് ഭയങ്കര ആഗ്രഹം. ആണോ? സിനിമ ഒരുപാട് കാണുമായിരുന്നു, സിനിമകൾ കാണുമായിരുന്നു. പിന്നെ വീട്ടിലെനിക്ക് അച്ഛനും അമ്മയൊക്കെ എനിക്ക് തോന്നുന്നു ഒരു ദിവസം 3 സിനിമകളൊക്കെ കാണുന്നത്, ഒരു ദിവസം 3 സിനിമകളൊക്കെ കാണുന്നതാണ്. കോളേജിൻ്റെ സമയത്തൊക്കെ ഞാൻ ഈ എഡിറ്റിംഗ് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അനുജനൊക്കെ ഒരു വീഡിയോഗ്രാഫി, നാട്ടിലെ കല്യാണ വീഡിയോ ഫോട്ടോഗ്രാഫി. അപ്പോൾ 10ാം ക്ലാസ് തൊട്ടിട്ടൊക്കെ നമ്മൾ ഈ ലൈറ്റ് അടിക്കാനും അങ്ങനെ ക്യാമറയുടെ കൂടെ ലൈറ്റ് അടിക്കാനൊക്കെ പോയിരുന്നു. രാവിലെ ഇന്റർസിറ്റിക്ക് വരുന്ന സിനിമാക്കാരെന്ന് പറയാം. കാരണം ഞങ്ങൾ അവിടുന്ന് രാവിലെ 7:30 ട്രെയിൻ കയറി 11 മണിയാകുമ്പോൾ ഇവിടെ എത്തി ലുലു മാളിൽ കറങ്ങി മീറ്റ് ചെയ്ത് വൈകുന്നേരത്തെ ട്രെയിൻ തന്നെ നാട്ടിലേക്ക് പോകുന്ന. ഷോർട്ട് ഫിലിംസ് ഡയറക്ട് ചെയ്യുക തന്നെയല്ലേ ചെയ്തത്? അതിന്റെ എഡിറ്റിംഗും ചെയ്തോ? എഡിറ്റിംഗ് ചെയ്തു, കഥയും എഴുതി, എല്ലാം ഞാൻ തന്നെയാണ്. ഓ, കഥ, തിരക്കഥ, സംവിധാനം, എഡിറ്റിംഗ്, ഇത്തരം കാര്യങ്ങൾ ചെയ്തു. നരേറ്റീവ് ഭയങ്കര മോശമാണ്. ഒരാളോട് കഥ പറയുക എന്ന് പറയുന്നത് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ടാസ്ക്കാണ്. ഞാൻ അതിൻ്റെ തലേ ദിവസമൊക്കെ കണ്ണാടിക്ക് മുന്നിലും പല സ്ഥലത്തും അവതരിപ്പിച്ച് നോക്കും. എനിക്ക് തന്നെ അറിയാം ഞാൻ പരാജയമായിരിക്കുന്നത്. ഒരിടത്ത് കഥ പോയി പറഞ്ഞു, കഥ പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ കയ്യിൽ നിന്ന് പോയി. അപ്പോൾ അവര് ഭയങ്കര ഓപ്പോസിറ്റുള്ള ആള് എന്നോട് എക്സ്പ്രഷനൊക്കെ ഇട്ടിട്ട് അവരിങ്ങനെ എന്നെ കംഫർട്ട് ആകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് പോയി. വിട്ട സുഹൃത്തിന് അറിയാം ഞാനിത് കൊളവാക്കും, എൻ്റെ പ്രശ്നങ്ങളൊക്കെ അറിയാം. അവർ വിളിച്ചു പറഞ്ഞു, എന്നെ പുള്ളിക്ക് ഇങ്ങനെ ഒരു പ്രശ്നങ്ങളുണ്ട്, കഥയൊന്ന് വായിച്ചു നോക്കുന്നു. ഞാൻ വേറെ ഒരു കഥയാണ് പറഞ്ഞത്. അല്ല, പറഞ്ഞു തരുന്നതിൻ്റെ അല്ല, ചിലർ അവതരിപ്പിക്കുന്ന കഥ പറയുന്നൊക്കെ നമ്മളും കേൾക്കുമല്ലോ. നമ്മുടെ കൂടെയുള്ള ചില സുഹൃത്തുക്കൾ കഥ പറയുമ്പോൾ ഞാൻ ഒരു തവണയെങ്കിലും ഇതുപോലെ കഥ പറയാൻ പറ്റിയിരുന്നെങ്കിൽ ഞാൻ വിചാരിക്കും. ഒരു ഡയറക്ടർ എന്ന് പറയുമ്പോൾ നമ്മള് തൊപ്പിയൊക്കെ വെച്ചിരുന്നോ? അതൊന്നും ചിന്തിക്കാൻ പറ്റില്ല. സാധാരണ എല്ലാരും ഡയറക്ടർ എന്ന് പറഞ്ഞ തൊപ്പി വെക്കണമല്ല, നമ്മൾ കാണുന്നതൊക്കെ അങ്ങനെയല്ലേ സിനിമയിലൂടെ. വീട്ടിലെ കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്തിരുന്നതും റൺ ചെയ്തിരുന്നതും എല്ലാം വൈഫായിരുന്നു. ഫെബിനെക്കാട്ടിലും ഉള്ളിന്റെ ഉള്ളില് ഈ സിനിമ ബിഗ് സ്ക്രീനിൽ കാണാനായിട്ട് സിനിക്കും അതേപോലെ തന്നെ അമ്മയ്ക്കുമായിരിക്കും ഏറ്റവും കൂടുതൽ ഒരു എക്സൈറ്റ്മെന്റ്. എനിക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. അമ്മയുടെ ഒരു 10 ആളെ കൂട്ടിയായിരിക്കും അമ്മ പഴയ സ്കൂൾ ഗ്രൂപ്പിലൊക്കെ കൊണ്ടുപോയി അങ്ങനെ വഴി പോകുന്ന ആളുകളോടൊക്കെ പറയുന്നുണ്ട്, എന്റെ മോന്റെ പടം ഉണ്ട് കാണണേ എന്ന് പറഞ്ഞിട്ട് അമ്മ എല്ലാവരോടും പറയും. എന്റെ താല്പര്യമില്ലായ്മയൊക്കെ ആയിട്ട് തോന്നുന്നു. ഞാനിത് പകച്ചു വച്ചാണ് പറയുന്നത്. പക്ഷെ അവർ വിചാരിക്കുന്നത് ഈ പ്രൊഡ്യൂസറുടെ നിർബന്ധം കൊണ്ടായിരിക്കും വന്നിട്ടുണ്ടാവുക. അപ്പൊ ഇയാള് താല്പര്യമില്ലാതെ തന്നെ വേണം, നിർബന്ധമില്ലാണ്ട് താല്പര്യമില്ലാണ്ട് അവതരിപ്പിക്കാൻ വേണ്ടി പറയുന്ന. എനിക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് തന്നാല് സിനിമയില് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് തന്നാല് എനിക്ക് ആക്ഷൻ കട്ടുപിടിക്കുന്നതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. 7-8 വർഷത്തെ മനസ്സിൽ കിടന്ന ഒരാഗ്രഹം ഇനി പുറം ലോകത്തേക്ക് കാണിക്കാൻ പോവാണ്. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി. നമസ്കാരം. ലൈഫ് നെറ്റ് TV പ്രേക്ഷകർക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ബിഹൈൻഡ് ദ സക്സസിൽ എന്നോടൊപ്പം ഉള്ളത് പെണ്ണ് കേസ് എന്ന് റിലീസ് ആവാൻ പോകുന്നതേ ഉള്ളൂ ആ സിനിമയുടെ സംവിധായകൻ ഫെബിൻ സിദ്ധാർത്ഥാണ്. ഹായ് ഫെബിൻ, സുഖമായിട്ടിരിക്കുന്നല്ലോ? പെണ്ണുകേസ് ഞങ്ങൾ കുറേ നാളുകളായിട്ട് പെണ്ണുകേസിനെ കുറിച്ച് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഭയങ്കര ത്രില്ലിലാണ്. പെണ്ണുകേസ് എങ്ങനെയായിരിക്കും അത് തിയേറ്ററിൽ നമ്മൾ കാണാൻ പോകുന്നത്? കാരണം അതിനകത്ത് ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. ഈ ആർട്ടിസ്റ്റുകളൊക്കെ ഞാൻ ഇടയിൽ കാണുമ്പോൾ ഇവരെല്ലാവരും പറയുന്നുണ്ട്, ഇത് എൻ്റെ അടുത്ത മൂവി വരാൻ പോകുന്ന പെണ്ണുകേസ്, അടുത്ത മൂവി വരാൻ പോകുന്ന പെണ്ണുകേസ്. നിഖിലേയും പറയുന്നുണ്ട്. അപ്പോൾ ഈ പെണ്ണുകേസ് എന്ന് പറയുന്നത് ഫെബിൻ സിദ്ധാർത്ഥ് എന്ന് പറഞ്ഞ വ്യക്തിയുടെ ലൈഫിൽ ഒരു മൈൽ സ്റ്റോൺ ആവാൻ പോകുന്ന ഒരു നിമിഷമായിരിക്കണം അല്ലേ? എത്ര നാള് ഫെബിൻ ഒരു സാധാരണക്കാരൻ സിനിമയുടെ ഭാഗമാകണം എന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അതിൽ നിന്നും ഇന്നിപ്പോ ആ ഒരു സ്വപ്നത്തിലേക്ക് നമ്മളിപ്പോ ഓൾമോസ്റ്റ് എത്തിക്കഴിഞ്ഞു അല്ലേ? എങ്ങനെയാണ് ഫെബിൻ ഈ ഒരു ഡയറക്ഷൻ എന്ന് പറയുന്നത്? ചെറുപ്പം മുതലേ സിനിമയോട് അത്രയും ആഗ്രഹം ഉണ്ടായിരുന്നു? സിനിമയോട് തന്നെയാണ് ഭയങ്കര ആഗ്രഹം. ആണോ? സിനിമ ഒരുപാട് കാണുമായിരുന്നു, സിനിമകൾ കാണുമായിരുന്നു. പിന്നെ വീട്ടിലെനിക്ക് അച്ഛനും അമ്മയൊക്കെ എനിക്ക് തോന്നുന്നു ഒരു ദിവസം 3 സിനിമകളൊക്കെ കാണുന്നത്, ഒരു ദിവസം 3 സിനിമകളൊക്കെ കാണുന്ന ആളാണ്. അപ്പം സിനിമ ഭയങ്കര ക്രേസാണ് വീട്ടില്. അപ്പം സിനിമയോട് തോന്നുന്നൊരു ഇഷ്ടമുണ്ടല്ലോ, അങ്ങനെ തന്നെയാണ് സിനിമ. അപ്പൊ ചെറുപ്പം മുതലേ എനിക്ക് സിനിമയിലേക്ക് എത്തണം, സിനിമക്കാരനാവണം, ഒരു സിനിമ സംവിധാനം ചെയ്യണം, അങ്ങനെ ഒരു മൈൻഡ് ഉണ്ടായിരുന്നു? അങ്ങനെ ആ ഒരു ആഗ്രഹം ചെറുപ്പം തൊട്ടൊന്നുമില്ലായിരുന്നു. അല്ല, കാരണം വെച്ചാൽ നമുക്ക് ഭയങ്കര അപരിചിതത്വം ഉണ്ടായിരുന്നല്ലോ. സിനിമ കാണുക എന്നല്ലാണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് പോകുക എന്ന് പറയുന്നത് ഭയങ്കര എത്തിപ്പെടാൻ പറ്റില്ല എന്നുള്ള തോന്നലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് സിനിമ ട്രൈ ചെയ്യുന്നൊക്കെ ഒരു കോളേജിൻ്റെ സമയത്തൊക്കെ ഞാൻ ഈ എഡിറ്റിംഗ് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അനുജനൊക്കെ ഒരു വീഡിയോഗ്രാഫി, നാട്ടിലെ കല്യാണ വീഡിയോ ഫോട്ടോഗ്രാഫി ഉണ്ട്. അപ്പോൾ 10ാം ക്ലാസ് തൊട്ടിട്ടൊക്കെ നമ്മൾ ഈ ലൈറ്റ് അടിക്കാനും അങ്ങനെ ക്യാമറയുടെ കൂടെ ലൈറ്റ് അടിക്കാനൊക്കെ പോകുമായിരുന്നു. ഈ പറയുന്ന പഠിക്കാൻ വേണ്ടിയുള്ള ആഗ്രഹത്തിലാണ്, ക്യാമറ ഓടിക്കാനും എഡിറ്റിംഗ് പഠിക്കാനൊക്കെ ഉള്ള ആഗ്രഹത്തിന് പുറത്ത് പിന്നെ ചെറിയൊരു വരുമാനം കൂടിയാണല്ലോ ആ സമയത്ത് നമുക്ക്. അപ്പോൾ അതിൻ്റെ കൂടെ പോകുമായിരുന്നു. ആ സമയത്ത് ഇങ്ങനെ ഇത് പഠിക്കാൻ, പിന്നെയാണ് എഡിറ്റിംഗ് പഠിക്കാൻ പോകുന്നതൊക്കെ.
അത് അച്ഛൻ്റെ സുഹൃത്താണ് ഈ ജോയി മാത്യു. പുള്ളിക്കാരൻ അച്ഛനും ഒരുമിച്ച് പഠിച്ചതാണ്. അപ്പോൾ അവർ നാടകമൊക്കെ കളിച്ചിട്ടുണ്ട് ഒരുമിച്ച് കോളേജിൽ. അപ്പം ജോയി മാത്യു ആണ് പറയുന്നത് എഡിറ്റിങ്ങിന് പോകാൻ വേണ്ടി പറയുന്നത്. പക്ഷെ പുള്ളിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ അച്ഛനോട് പറഞ്ഞു. അപ്പോൾ അച്ഛനത് വന്ന് പറയുന്നു. അപ്പോഴാണ് പിന്നെ എഡിറ്റിംഗ് ഭയങ്കര സീരിയസ് ആയിട്ട് ഞാൻ എടുത്തതും. പിന്നെ ഡിഗ്രി കഴിഞ്ഞ പാടെ തന്നെ എഡിറ്റിംഗ് പഠിക്കാൻ പോകുന്നത്. അങ്ങനെ ഇതാണ് ഒരു പ്രോസസ് ചെറുപ്പത്തിൽ. പക്ഷെ ഡയറക്ടർ ആവണം എന്നുള്ള ആഗ്രഹമുണ്ട്. അന്ന് ഇങ്ങനെ പിന്നെ ആരെയും നമുക്ക് കുറെ പേര് അസിസ്റ്റന്റ് ആവാൻ ശ്രമം നടത്തുക, അങ്ങനെയൊക്കെ ശ്രമിച്ചിട്ടുണ്ടോ? ഞാനൊരു ഒരുപാട് പേരോട് ഞാൻ ചോദിച്ചിട്ടില്ല സത്യം. ആരോടൊക്കെ ചോദിച്ചിട്ടുണ്ട്? ഇല്ല, ഞാൻ കുറവായിരിക്കും. ഞാൻ ഇല്ലാന്ന് തന്നെ പറയാം ചിലപ്പോൾ വേണമെങ്കിൽ. ഞാൻ ഒരാളോട് അവസരം ചോദിക്കുക എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിൻ്റെ ഒരാളോട് ചാൻസ് ചോദിക്കുന്നതൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ളതായിട്ട് ചിലരോടൊക്കെ ഞാൻ പോയിട്ട് പരിചയപ്പെട്ടിട്ടൊക്കെ ഉണ്ട്. അതല്ലാണ്ട് അതിനപ്പുറത്ത് അവരോട് ചാൻസ് ചോദിക്കാനാണ് പോകുന്നത്. പക്ഷേ എന്തോ അവിടെ ചെല്ലുമ്പോൾ ഒരു ബുദ്ധിമുട്ടാവും. ജസ്റ്റ് അവതരിപ്പിക്കില്ല. അത് അങ്ങനെയൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ഒരു ടൈം കഴിഞ്ഞപ്പം പിന്നെ എഡിറ്റിംഗ് തന്നെ പോകാന്നുള്ള രീതിയിലായി. എഡിറ്റിംഗ് മാത്രമായിട്ട് എഡിറ്റിംഗ് തന്നെ പോയി. പിന്നെ ഈ ഷോർട്ട് ഫിലിംസ് പരിപാടികൾ തുടങ്ങിയത്. ഷോർട്ട് ഫിലിംസ് ചെയ്തപ്പോഴാണ് ഇത് ഭയങ്കര എനിക്ക് ഡയറക്റ്റ് ചെയ്തേ പറ്റൂ എന്നുള്ള ചിന്ത വന്നു. ഷോർട്ട് ഫിലിംസ് ഡയറക്റ്റ് ചെയ്യുക തന്നെയല്ലേ ചെയ്തത്? അതിന്റെ എഡിറ്റിംഗും ചെയ്തോ? എഡിറ്റിംഗ് ചെയ്തു, കഥയും എഴുതി, എല്ലാം ഞാൻ തന്നെയായിരുന്നു. കഥ, തിരക്കഥ, സംവിധാനം, എഡിറ്റിംഗ്, ഇത്തരം കാര്യങ്ങൾ ചെയ്തു. അത് വേറെ ആരും ചെയ്യാനില്ല. നമുക്ക് ഇപ്പോൾ ഈ ഓപ്ഷൻ നമ്മൾ തന്നെ ചെയ്തേ പറ്റൂ. പിന്നെ ഒന്നാമത് ഇത് എനിക്ക് ചെയ്യാൻ പറ്റുമോ, ആ ഇമോഷൻ എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ഞാൻ ആദ്യം നോക്കിയത്. അപ്പം ഞാനൊരു കഥ എഴുതി ഷോർട്ട് ഫിലിം ചെയ്തു. അങ്ങനെയാണ് ഇതിൻ്റെയൊക്കെ തുടക്കം വരുന്നത്. ഷോർട്ട് ഫിലിം ചെയ്തപ്പം റിലീസായപ്പം കുറച്ച് പേരധികം പേരിങ്ങനെ വിളിച്ചു. എനിക്ക് ഒരുപാട് കാഴ്ചക്കാരുണ്ടായില്ല അതിൽ. പക്ഷെ വിളിച്ച് കുറേ പേര് എന്നെ പേഴ്സണലായിട്ടൊക്കെ വിളിക്കുകയൊക്കെ ചെയ്തു. അത് എനിക്കൊരു പരിചയമില്ലാത്ത കുറേ മനുഷ്യരൊക്കെ വിളിച്ചിട്ട് തന്നെ ഇത് വർക്ക് നന്നായിട്ടുണ്ട്, കണ്ടു, നന്നായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. ആ അറ്റംപ്റ്റിനെ അവരിതാക്കി. അപ്പോൾ അത് വെച്ചാൽ വളരെ ചെറിയ ബഡ്ജറ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല. എൻ്റെ സുഹൃത്തുക്കളൊക്കെ അഭിനയിച്ച ഒരു വർക്കാണ്. എല്ലാ ഷോർട്ട് ഫിലിംസും അങ്ങനെ. പക്ഷെ അത് കണ്ട് ആളുകൾ വിളിച്ചപ്പോൾ എനിക്ക് കുഴപ്പമില്ല, എനിക്കിത് ചെയ്യാനൊക്കെ പറ്റുന്ന പരിപാടിയാണ്, എന്നെ കൊണ്ട് ഇത് പറ്റുന്ന പരിപാടിയാണെന്ന് തോന്നലുണ്ടായി. അങ്ങനെയാണ് അപ്പോഴാണ് എൻ്റെ ഒരു പ്രൊഡ്യൂസർ എന്ന് പറയാൻ പറ്റില്ല, എൻ്റെ സുഹൃത്ത് കൂടിയാണ്. പുള്ളിക്കാരൻ എന്നെ പരിചയപ്പെടണമെന്ന് വിളിക്കുന്നത്. പുള്ളി എന്നോട് പറഞ്ഞു എനിക്കിങ്ങനെ ഒരു സിനിമ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് എൻ്റെ കയ്യിൽ കഥ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. പക്ഷെ ഞാൻ ഇതുവരെ ഒരു കഥ ഒന്നും ആലോചിച്ചില്ലായിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ നേരത്തെ എൻ്റെ ത്രെഡ് ഉണ്ടായിരുന്നു. ആ ത്രെഡാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയാണ് ഇതിൻ്റെ ഈ പെണ്ണുകേസിന്റെ തുടക്കം പോലും അത് തന്നെയായിരുന്നു. അന്ന് മനസ്സിലുള്ള ത്രെഡാണ് ഈ പെണ്ണുകേസ്. അതന്നെ. അപ്പൊ ഇത് എത്ര വർഷമായിട്ട് അങ്ങനെ ഒരുപാട് കഥകൾ ത്രെഡുകൾ ഉണ്ടാവും. പക്ഷെ നമ്മൾ ഇങ്ങനെ ഡെവലപ്പ് ചെയ്തത് പെണ്ണുകേസാണ്. നമ്മളിങ്ങനെ ഇത് ഡെവലപ്പ് ചെയ്യാനുള്ള നമ്മൾ നേരത്തെ ഈ ത്രെഡ് കയ്യിലുണ്ടാവും. പക്ഷെ ഇതൊരു അറ്റവും മൂലയും ഒപ്പിക്കാൻ പറ്റാത്തൊരു ഇതുണ്ടാവല്ലോ, നമുക്കൊരു കൃത്യമായിട്ട് ഇത് എവിടെ കൊണ്ട് എങ്ങനെ എത്തിക്കും, ക്ലൈമാക്സ് എങ്ങനെ ആക്കും എന്നുള്ള ഒരു അതിന്റെ. അപ്പൊ അത് ആ ഒരു കൺസെപ്റ്റ് പറഞ്ഞപ്പോ പുള്ളിക്ക് വർക്കായി. പക്ഷെ പിന്നെയും ഞാൻ ആ കഥയിലേക്ക് എത്താനും അതിലേക്ക് മറ്റു കഥാപാത്രങ്ങൾ എത്താനൊക്കെ സമയം എടുത്തിട്ടുണ്ട്. ഓക്കെ. പക്ഷേ ഈ മനസ്സിലുള്ള ത്രെഡ് ഡെവലപ്പ് ചെയ്ത് ഇപ്പൊ പറഞ്ഞപ്പോൾ ഇത് പെട്ടെന്ന് നിന്നു. പക്ഷേ ലൈഫിൽ എനിക്ക് നന്നായിട്ട് അറിയാം ഫെബിൻ രണ്ട് മൂന്ന് ഷോർട്ട് ഫിലിംസ് ചെയ്തിട്ടുണ്ടല്ലോ. അതിലൊരെണ്ണം കൂടുതലധികം ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു അല്ലേ? ഇതും ചെയ്തിട്ട് ഒരു കോൺഫിഡൻസ് തനിയെ കിട്ടും നമുക്ക്. നമുക്ക് ഓക്കെ എന്നെ കൊണ്ട് പറ്റുമല്ലോ ചെയ്യാൻ. ഇത്രയൊക്കെ ആൾക്കാരുടെ അപ്രിസിയേഷൻ കിട്ടുമ്പം അതൊക്കെ വരും. പക്ഷേ എന്നാലും സിനിമ എന്നുള്ളൊരു സംഭവം ത്രെഡ് ഡെവലപ്പ് ചെയ്യാൻ ഒരു പ്രൊഡ്യൂസറിനെ പോലത്തെ ഒരാൾ കിട്ടിയെന്നാലും അങ്ങോട്ടുണ്ടായിരുന്ന പിന്നീടുള്ളൊരു യാത്ര എന്ന് പറയുന്നത് ഒട്ടും തന്നെ അങ്ങനെ ഈസി ആയിരുന്നില്ല. ഈസി എന്ന് മാത്രമല്ല, ഒരുപാട് ഹേർഡിൽസ് ഉണ്ടായിരുന്നു, ഒരുപാട് ബുദ്ധിമുട്ടുകൾ തരണം ചെയ്ത് തന്നെയാണ് ഇന്ന് പെണ്ണുകേസ് ഇപ്പൊ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് അല്ലേ? ഉറപ്പായിട്ടും. അത് നമ്മളെ ബുദ്ധിമുട്ടുകൾ എന്ന് പറയുമ്പോൾ എന്റെ ജേണിക്ക് വേണ്ടി ഞാൻ എടുക്കുന്ന പരിപാടി എന്റെ ഒരു ഇതിന് വേണ്ടിയാണല്ലോ, എന്റെ ലക്ഷ്യത്തിലേക്ക് വേണ്ടി മാത്രമല്ല, മറ്റുള്ള ആർക്കും വേണ്ടിയിട്ടല്ല. അപ്പം ഇതില് സിനിമ ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞില്ല, എനിക്ക് പെട്ടെന്ന് ഒരാളോട് കഥ പറയുക, എനിക്ക് ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടായിരുന്നത് കഥ പറയുക എന്നുള്ളതായിരുന്നു. നറേറ്റ് ചെയ്യാൻ ഭയങ്കര മോശമാണ്. അപ്പം ഒരാളോട് കഥ പറയുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ടാസ്ക്കാണ്. ഞാൻ അതിൻ്റെ
തലേദിവസമൊക്കെ കണ്ണാടിക്ക് മുന്നിലും പല സ്ഥലത്തും അവതരിപ്പിച്ച് നോക്കും. എനിക്ക് തന്നെ അറിയാം ഞാൻ പരാജയമായിരിക്കുന്നു. കാരണം ഞാൻ എൻ്റെ ഏറ്റവും കംഫർട്ട് സ്പേസിൽ മാത്രമേ ഞാൻ സംസാരിക്കുള്ളൂ. അപ്പം അതിൽ ഞാൻ ഭയങ്കര അധികമായിട്ട് സംസാരിച്ച ആളുകളെ വെറുപ്പിക്കുകയും ചെയ്യും ആ സ്ഥലത്ത്. പക്ഷെ ഇൻട്രോവേർട്ട് ആംബിവേർട്ട് എന്നൊക്കെ പറയാം അല്ലേ, ആ രീതിയിൽ പറയാം. അപ്പോൾ ഞാൻ അവിടെ ആ സ്ഥലത്ത് കഥ പറയുന്നുണ്ട്. അപ്പം എനിക്കൊരു പുതിയൊരാളെടുത്ത് പോയി കഥ പറയുമ്പോൾ ഓപ്പോസിറ്റുള്ള ആളുടെ റിയാക്ഷൻ അതൊക്കെ എന്നെ ബാധിക്കും. അപ്പോൾ ഞാൻ എല്ലാം ഈ പറയാൻ കഥ പറയുക. അങ്ങനെ എനിക്ക് ഒരാളോട് കഥ പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കര രസകരമായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഒരാളടുത്ത് കഥ പോയി പറഞ്ഞു. കഥ പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ കയ്യിൽ നിന്ന് പോയി. അപ്പോൾ അവര് ഭയങ്കര ഓപ്പോസിറ്റുള്ള ആൾ എന്നോട് എക്സ്പ്രഷനൊക്കെ ഇട്ടിട്ട് അവരിങ്ങനെ എന്നെ കംഫർട്ടാകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് പോയി കഥ പറഞ്ഞ് അവസാനിപ്പിച്ചു. കഥ പറഞ്ഞ് അവസാനിച്ച് ഞാൻ ഇറങ്ങിക്കഴിഞ്ഞ ശേഷം എന്നെ വിട്ട സുഹൃത്തിന് അറിയാം ഞാനിത് കൊളാക്കും, എൻ്റെ പ്രശ്നങ്ങളൊക്കെ അറിയാം അവർക്ക്. അപ്പം അവർ വിളിച്ചു പറഞ്ഞു പുള്ളിക്ക് ഇങ്ങനെ ഒരു പ്രശ്നങ്ങളുണ്ട്, കഥയൊന്ന് വായിച്ചു നോക്കുന്നു. അപ്പം പുള്ളിക്കാരി വിളിച്ചു പറഞ്ഞു വെച്ചാൽ പുള്ളിക്കാരൻ പറഞ്ഞ കഥയല്ല ഈ വായിച്ചപ്പോൾ ഉള്ളതെന്നാണ്. ഞാൻ വേറൊരു കഥയാണ് പറഞ്ഞത്, അല്ല പറഞ്ഞു വരുന്നതിന്റെ അല്ല, പ്രശ്നമാണ്. ഇതേപോലെ തന്നെ പ്രോബ്ലം ഉണ്ട് നമ്മുടെ ഇന്നത്താൻ കേസുകോട് ആ സിനിമയുടെ ഡയറക്ടർ രതീഷ് ഏട്ടൻ ഇതേപോലെ തന്നെയാണ്. കഥ പറയാൻ രതീഷ് ഏട്ടൻ അറിയേയില്ല. രതീഷ് ഏട്ടൻ്റെ ഇതും നിങ്ങൾ ഫെബിൻ അറിഞ്ഞിരിക്കേണ്ട ഒരു കഥാപാത്രം തന്നെയാണ്. എത്ര ഹിറ്റ് സിനിമകളാണ് അദ്ദേഹത്തിൻ്റെ, നല്ല സിനിമകളൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഉള്ളത്. അദ്ദേഹം ഈ പറഞ്ഞ പോലെ നേരത്തെ ഇതിനു മുമ്പേ നമ്മുടെ മറ്റേ ആ റോബോട്ടിന്റെ മൂവി ഉണ്ടല്ലോ, ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ, അത് രതീഷ് ഏട്ടന്റെ മൂവിയാ. രതീഷ് ഏട്ടൻ അത് ആദ്യമേ ചാക്കോച്ചന്റെ അടുത്ത് കഥ പോയി പറഞ്ഞതാണ്. ചാക്കോച്ചന്റെ അടുത്ത് നീ പുള്ളി രതീഷ് ഏട്ടൻ ചെന്ന് പറയുന്ന കഥ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ചാക്കോച്ചൻ ഇതെന്ത് സംഭവം ഓടിപ്പിച്ചു ചാക്കോച്ചൻ. അത് കഴിഞ്ഞപ്പോഴാണ് പുള്ളി സുരാജ് ഏട്ടന്റെ അടുത്ത് രതീഷ് ഏട്ടൻ കഥ പറഞ്ഞ് സുരാജ് ഏട്ടൻ ആ സിനിമ സമ്മതിച്ച് ചെയ്തത്. പിന്നീടാണ് ചാക്കോച്ചൻ അറിയുന്നത് ഈ കഥ ചാക്കോച്ചനെ അപ്രോച്ച് ചെയ്തതായിരുന്നു. എന്നിട്ട് രതീഷ് ഏട്ടനെ വിളിച്ചിട്ട് പറഞ്ഞു എന്താ രതീഷ് ഇപ്പൊ രതീഷ് ഏട്ടൻ തന്നെ പറഞ്ഞു തരാണ് എനിക്ക് കഥ പറയാൻ അറിയില്ല, ഞാൻ ഭയങ്കര. അപ്പൊ തന്നെ ചാക്കോച്ചൻ പറഞ്ഞു നിങ്ങൾ അടുത്ത കഥ എഴുതുമ്പോൾ എവിടെയും കറക്റ്റ് എൻ്റെ അടുത്ത് തന്നെ വരൂ, ഞാൻ തന്നെ അത് വായിച്ചോളാം എന്ന് പറഞ്ഞ് ഇതാക്കിയിട്ട് അങ്ങനെയാണ് എന്നാത്താൻ കേസ് കൊടുയിൽ ഇവർ വീണ്ടും ഒരുമിക്കുന്നത്. അങ്ങനത്തെ ഒരു ഇതുണ്ട്. അതൊരു വലിയൊരു ഇതായിട്ട് കാണും. ചില ആൾക്കാർക്ക് നറേറ്റ് ചെയ്യാൻ ഭയങ്കര മിടുക്കരായിരിക്കും. ഒരു പക്ഷെ ചില ആൾക്കാരെ ഞാൻ ഇതുപോലെ ഒരുപാട് ആൾക്കാരെ കാണുന്നുണ്ടല്ലോ. എന്നോട് എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ഒരുപാട് ഉദാഹരണങ്ങൾ ഇതുപോലെ തന്നെ പറയാറുണ്ട്. എന്നോട് പലരും പറയാറുണ്ട് ഇങ്ങനെ ഈ ബുദ്ധിമുട്ടുള്ള കാര്യം അറിയാം, അപ്പൊ അതെല്ലാരും പറയാനുണ്ട്. നേരെ തിരിച്ചുകൊണ്ട് ഫെബിൻ, ചില ആൾക്കാർക്ക് നമ്മള് നിങ്ങളുടെ സ്ക്രിപ്റ്റിൽ എഴുതി വെക്കുന്നുണ്ടല്ലോ, ആ പേപ്പറിൽ എഴുതി വെച്ചതിനെക്കാട്ടിലും മനോഹരമായിട്ട് അവർ നറേറ്റ് ചെയ്യും. എനിക്കത് ഭയങ്കര കൊതിയാവും. അവരെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര കൊതിയാണോ? ഞാൻ എന്റെ ചിലരെ അവതരിപ്പിക്കുന്ന കഥ പറയുന്നൊക്കെ നമ്മളും കേൾക്കുമല്ലോ. നമ്മുടെ കൂടെയുള്ള ചില സുഹൃത്തുക്കൾ കഥ പറയുമ്പോ ഞാൻ ഒരു തവണയെങ്കിലും ഇതുപോലെ കഥ പറയാൻ പറ്റിയിരുന്നെങ്കിൽ ഞാൻ വിചാരിക്കും. ചില ആക്ടേഴ്സ് പറയാറുണ്ട് അവര് പെട്ടുപോകും ചിലർ ഇവരുടെ നറേഷൻ കേൾക്കുമ്പോഴേ വാവ് കൊള്ളാലോ നല്ല കഥയാണല്ലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും അവർ ചിലപ്പോൾ അഭിനയിച്ച് തുടങ്ങി കഴിയുമ്പോഴായിരിക്കും ആ പറഞ്ഞ അത്രയും ഇല്ല സ്ക്രിപ്റ്റിൽ നിന്ന്. അത് അങ്ങനെ സംഭവിക്കാം. അതായത് ചില ആൾക്കാർ ഭയങ്കരമായിട്ടും നറേറ്റ് ചെയ്ത് അത് അവർക്ക് അവതരിപ്പിക്കാൻ അറിയാം. ചില ആൾക്കാർ ഇതിന്റെ പോലെ ഫെബിനെ പോലെ ആവും. ഓപ്പോസിറ്റ് ആളെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ ബ്ലാങ്ക് ആണല്ലോ. ഇതിനു മുന്നേ ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഉണ്ടാവുന്ന വെച്ചാൽ ഞാൻ ഇതിനു മുന്നേ ഒന്നും ചെയ്തതൊന്നും അവർക്ക് അറിയില്ലല്ലോ. അപ്പൊ ഞാൻ പുതുതായിട്ട് അവിടെ എത്തുമ്പോൾ ഞാൻ ഈ കഥ കൂടി കൊളാക്കുമ്പോൾ അവർ ഉറപ്പായിട്ടും അവർക്ക് പ്രശ്നങ്ങളുണ്ടാവും. ഞാൻ പറഞ്ഞ സ്ട്രഗിളിംഗിൽ ഏറ്റവും കൂടുതൽ വന്നത് അപ്പൊ അങ്ങനെയാണെങ്കിൽ പെണ്ണുകേസിൽ ഞാനിപ്പോ കാണുമ്പോൾ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. അവരെല്ലാരും തന്നെ ഇപ്പൊ ഫെബിനെ വെച്ച് നോക്കുമ്പോൾ എല്ലാരും തന്നെ കുറെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള നല്ല സീനിയർ ആക്ടേഴ്സ് ഒക്കെയാണ്. എങ്ങനെയാണ് നിഖില ഉൾപ്പെടെ ബാക്കി ഇത്രയും ആർട്ടിസ്റ്റുകളുടെ അടുത്ത് പോയിട്ട് അപ്പൊ കഥ ആരാ പോയി നറേറ്റ് ചെയ്തത്? എന്റെ കൂടെ രശ്മിയും അതുപോലെ തന്നെ രശ്മിന്റെ തിരക്കഥ എഴുതാൻ ഞങ്ങൾ രണ്ടാളും കൂടിയാണ് സ്ക്രിപ്റ്റ് ചെയ്തത്. അപ്പം രശ്മിയാണിത് രശ്മി പിന്നെ നിഖിലയോടത്തൊക്കെ രശ്മി. പക്ഷെ രശ്മി ഭയങ്കര ഇതല്ല, പിന്നെ എന്നെക്കാട്ടും ഭേദമാണ്. അപ്പൊ ഞാൻ രശ്മിനോട് തന്നെ പറയും നമ്മൾ രണ്ടും പരാജയമാണല്ലോ എന്ന് പറയും. അപ്പൊ പക്ഷെ രശ്മി കുറച്ചും കൂടി പിന്നെ
പിന്നെ കഥ പറയും, പക്ഷെ ഇമോഷണൽ ഒന്നും ഉണ്ടാവില്ല. ഇങ്ങനെ കറക്റ്റ് വാർത്തയൊക്കെ വായിക്കുന്ന പോലെ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ പ്രോപ്പറായിട്ട് വായിക്കും. ഇനി മുതല് ഫെബിനും രശ്മി നിങ്ങളൊരു കഥ ഡെവലപ്പ് ചെയ്ത് അതിന്റെ സ്ക്രീൻ പ്ലേ ഒക്കെ ആയി കഴിയുമ്പോൾ ഇത് നറേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് നമുക്ക് ഒരാളെ വെക്കാം. എനിക്ക് ഈ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് വെച്ചാൽ ഞാൻ എൻ്റെ പിച്ച് ടെക്ക്, അതുപോലെ തന്നെ സ്റ്റോറി ബോർഡ്, ഇങ്ങനത്തെ ഈ പരിപാടികളൊക്കെ ഇത്ര കുരുട്ട് വിദ്യകൾ പരിപാടിയൊക്കെ ചെയ്തു വെക്കും. അപ്പൊ ഇത് പ്രസന്റ് ചെയ്യുമ്പോൾ ആളുകൾക്ക് കുറച്ചും കൂടി ഒന്ന് മനസ്സിലാവും, ഇംപ്രസീവ് ആണ്. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ ഒരു ഇൻസിഡന്റ് കാരണം ഇതിനകത്ത് നിങ്ങൾ അപ്രോച്ച് ചെയ്തതിൽ ഏതെങ്കിലും ഒരു സ്റ്റാർസ് ബാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ടോ? അവർക്കത് എന്റെ താല്പര്യമില്ലായ്മയൊക്കെ ആയിട്ട് തോന്നും അവർക്ക്. ഞാൻ ഈ പറയുന്നത് ഞാൻ കഥ അവതരിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നമുണ്ടല്ലോ. അപ്പം ഞാനിത് പകച്ചു വച്ചാണ് പറയുന്നത്. പക്ഷെ അവർ വിചാരിക്കുന്നത് ചിലപ്പം ഈ പ്രൊഡ്യൂസറുടെ നിർബന്ധം കൊണ്ടായിരിക്കും വന്നിട്ടുണ്ടാവുക. അപ്പൊ ഇയാള് താല്പര്യമില്ലാതെ തന്നെ വേണം, നിർബന്ധമില്ലാണ്ട് താല്പര്യമില്ലാണ്ട് അവതരിപ്പിക്കാൻ വേണ്ടി പറയുന്ന അത്തരത്തിലൊക്കെ ചിലർ പോയിട്ടുണ്ട്. അപ്പൊ അതിനുള്ളൊരു സൊല്യൂഷൻ എന്താന്ന് പറഞ്ഞാലും മുന്നോട്ട് ഇനി നമ്മൾ പോകുമ്പോൾ നറേറ്റ് ചെയ്യാൻ, കാരണം എല്ലാത്തിലും നമ്മൾ എപ്പോഴും എല്ലാവരും ഭയങ്കര സൂപ്പർ ഇതായിട്ട് നമുക്ക് നിൽക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ വേറൊരാളെ വെക്കുക. ചില ആൾക്കാർക്ക് കുറച്ചും കൂടി കംഫർട്ട് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പറയാൻ പറ്റും. അപ്പം അതായിരിക്കും കുറച്ചും കൂടി നല്ലത് വിചാരിക്കും. എന്തായാലും നമ്മൾ ഒരു സിനിമ അങ്ങനെ കംപ്ലീറ്റ് ചെയ്തു. ഇപ്പൊ എന്തായാലും ഇത് റിലീസായി പബ്ലിക്കിലേക്ക് എത്തി, നല്ല റെസ്പോൺസ് ഒക്കെ ആൾക്കാരുടെ ഭാഗത്തുനിന്ന് കിട്ടിക്കഴിയുമ്പം നാച്ചുറലി ഫെബിന് കുറച്ചും കൂടെ കോൺഫിഡൻസ് വരും. അപ്പോൾ ഒരു ധൈര്യം കുറച്ചും കൂടെ കൂടുമ്പോൾ അടുത്ത കഥയാകുമ്പോഴത്തേക്ക് ഇപ്പൊ പറഞ്ഞതിനെക്കാട്ടിലും കുറച്ചും കൂടെ ബ്യൂട്ടിഫുൾ ആയിട്ട് അടുത്ത കഥ തീർച്ചയായിട്ടും നറേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. നടക്കുന്നേ, അതൊന്നുമില്ല, അതൊക്കെ നടക്കും. അങ്ങനെയല്ലേ എല്ലാരും പഠിക്കുന്നത്. അല്ലാതെ ആരും ജനിച്ച് വീഴുമ്പോഴത്തേനും ഒന്നും പഠിച്ചിട്ടൊന്നുമല്ലല്ലോ. ഇങ്ങനെ എക്സ്പീരിയൻസിൽ നിന്നല്ലേ എല്ലാരും പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ നിഖില തന്നെയായിരുന്നോ ഈ പെണ്ണ് കേസിൽ? കാരണം ഇതൊരു ഫീമെയിൽ ലീഡ് ആയിട്ടുള്ളൊരു സിനിമയാണ്. ആ ഒരു കഥാപാത്രത്തിന് നിങ്ങൾ നിഖിലെ തന്നെയാണോ ആദ്യം മനസ്സിൽ കണ്ടത്? ഞങ്ങൾ ചർച്ചകളിലൊക്കെ പല ആർട്ടിസ്റ്റുകളൊക്കെ വന്നിരുന്നു. ഒരു പോയിന്റിൽ വേറൊരു ആർട്ടിസ്റ്റോട് ഞങ്ങൾ കഥ പറഞ്ഞിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ ശേഷം പിന്നീട് പിന്നെ ഒരു സമയത്ത് പിന്നെ എൻ്റെ ഇത് വേറെ പ്രൊഡക്ഷൻ ഇടയ്ക്ക് വേറെ പ്രൊഡ്യൂസേഴ്സ് ഒക്കെ വന്നിരുന്നു. അപ്പം എനിക്കൊന്ന് പുള്ളിക്കാരത്തി ഗോപിക എന്ന് പറഞ്ഞ ഒരു പ്രൊഡ്യൂസർ വന്നിരുന്നു. പുള്ളിക്കാരത്തി ആയിരുന്നു എന്നോട് പറഞ്ഞത് നമുക്ക് നിഖില എന്നുള്ള ഓപ്ഷൻ നോക്കിക്കൂടെ എന്നുള്ളത്. പുള്ളിക്കാരത്തിയായിരുന്നു ആദ്യം സജസ്റ്റ് ചെയ്തത്. അങ്ങനെ നിഖിലയോട് പോയിട്ട് കഥ പറയായിരുന്നു. പാവം പോലത്തെ നിഖില, അവൾക്ക് എങ്ങനെ ഇത്ര അധികം ചെറുക്കന്മാരെ കല്യാണം കഴിച്ച് പറ്റിക്കാൻ പറ്റും? നിങ്ങൾ എങ്ങനെ നിഖിലിനെ അത്ര ഒരു തരത്തിലുള്ള ഒരു ചീറ്റിംഗ് ലേഡിയാക്കി മാറ്റി എന്നുള്ളതാണെന്ന് എനിക്ക് അറിയാനുള്ളത്. ഒന്നാമത് നല്ല ആർട്ടിസ്റ്റാണ് അവര്. അപ്പോൾ അവർക്കത് ചെയ്യാൻ പറ്റുന്നുള്ള ഇതുണ്ടായിരുന്നു അവർക്ക്. നമ്മൾ കഥ പറയുമ്പോഴും ഒക്കെ നമുക്ക് ആ ഒരു പറയാം അവർക്ക് ചെയ്യാൻ. കാരണം പറഞ്ഞാൽ അവര് മുന്നത്തെ പടങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന ഇപ്പൊ ജോയിലൊക്കെ ഉണ്ടായിരുന്ന പെർഫോമൻസ് ഒക്കെ കണ്ടപ്പം നമ്മൾ മനസ്സിലായി കൊണ്ട് ഇത്ര ആൾക്കാരെ ചീറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. ചീറ്റ് ചെയ്യാൻ പറ്റും. ഇത് ചീറ്റിംഗ് മാത്രമല്ല, അതിലുപരി ഇത് ഒരു കുറച്ച് ഇമോഷണൽ ട്രാക്കിൽ കൂടെ ഈ സിനിമ പോകുന്നുണ്ട്. ഒരു ഭയങ്കരമായ കോമഡി ഒരു ഘട്ടം ഈ സിനിമയെ കൊണ്ടുവന്ന ഒരു ഇമോഷണൽ ഡ്രാമ കൂടിയാണ്. അപ്പോൾ അത് ചെയ്യാനുള്ള ആർട്ടിസ്റ്റ് ആയിരിക്കണം എന്നുള്ളത് ഉണ്ടായിരുന്നു. ഈ ഒരു സിനിമ ഇപ്പം എടുക്കാന്നുള്ളൊരു പ്രൊഡ്യൂസർ എത്തിയെന്ന് പറഞ്ഞില്ലേ, അദ്ദേഹം തന്നെയാണോ ഈ സിനിമയ്ക്ക് പിന്നെ ത്രൂ ഔട്ട് ഈ ഫണ്ടിങ് ആയിട്ടും അദ്ദേഹം തന്നെയാണോ ഇതുവരേക്കും ഉള്ളത്, അതോ വേറെ ആരെങ്കിലും കൂടെ കൂടിയിട്ടുണ്ടോ? E4 എത്തുന്നത് പിന്നീടാണ്. എനിക്ക് E4 സാരചേട്ടനെ എനിക്ക് പരിചയമുണ്ട്. പരിചയം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഷോർട്ട് ഫിലിം വേണ്ടിയിട്ട് ഇപ്പം ഞാനും എൻ്റെ ഒരു സുഹൃത്ത് റഷീദ് ഉണ്ടായിരുന്നു. അപ്പോൾ റഷീദിൻ്റെ ഒരു ഷോർട്ട് ഫിലിം കണ്ടിട്ട് സാരച്ചേട്ടൻ വിളിച്ച്. അപ്പം റഷീദിൻ്റെ രണ്ടാമത്തെ ഷോർട്ട് ഫിലിം ആയിരുന്നു ഞാനും റഷീദും കൂടി വർക്ക് ചെയ്തത്. ചില സാങ്കേതിക കാരണങ്ങളാണ് വന്നിട്ട്. അപ്പോൾ അത് എഴുതിയത് ആരാന്ന് ചോദിച്ചപ്പോൾ ഞാൻ അങ്ങനെ എന്നോട് കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞു. സിനിമാ ലോകവുമായിട്ട് ഫെബിന് യാതൊരു തരത്തിലുള്ള കണക്ഷനും മുന്നുണ്ടായിട്ടില്ല? ഇല്ലല്ലോ, ആരും പരിചയക്കാരില്ല. ഞാൻ പറയാന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങള് എൻ്റെ സുഹൃത്തുക്കൾ 2 സുഹൃത്തുക്കളുണ്ട് ഇതുപോലെ തന്നെ. രാവിലെ ഇന്റർസിറ്റിക്ക് വരുന്ന സിനിമാക്കാരെന്ന് പറയാം. കാരണം ഞങ്ങൾ അവിടുന്ന് രാവിലെ 7:30 ട്രെയിൻ കയറി 11 മണിയാകുമ്പോൾ ഇവിടെ എത്തി ലുലു മാളില് കറങ്ങി മീറ്റ് ചെയ്ത് വൈകുന്നേരത്തെ ട്രെയിൻ തന്നെ നാട്ടിലേക്ക് പോകുന്ന അത്തരത്തിൽ ഇവിടെ കൊച്ചിയിൽ നിക്കൽ കുറവാണ്. എപ്പോഴും കോഴിക്കോട് വടകരന്ന് വരികയാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ സിനിമ മോഹമാണ് ഉള്ളിലുള്ളത്. സിനിമ ഈ ഒരു ഇൻഡസ്ട്രി ആയിട്ട് ഒരു തരത്തിലുള്ള കണക്ഷനോ പരിചയക്കാരോ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല? ഉണ്ട്.
കളക്ഷൻസ് പരിചയമുണ്ട്. അത് ഞാൻ പറഞ്ഞ ഈ ഷോർട്ട് ഫിലിംസ് ചെയ്ത ആൾക്കാരാണ്. അവരായിട്ടാണ് കൂടുതൽ കണക്ഷൻ. അപ്പോൾ അവരൊക്കെ ഇപ്പോൾ സിനിമ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് എല്ലാവരും. ഇപ്പം കുറേ പേരുണ്ട്. അതെ, ഇപ്പൊ കുറെ പേരുണ്ട്. ഇപ്പം സിനിമ ചെയ്യുന്ന പലരും ഷോർട്ട് ഫിലിമിൽ നിന്നും ആ ഷോർട്ട് ഫിലിം സക്സസ്ഫുൾ ആയി കഴിയുമ്പോൾ കിട്ടുന്ന ഒരു കോൺഫിഡൻസിൽ നിന്നുമാണ് അവര് സിനിമയിലേക്ക് എത്തുന്നത്. ഇപ്പം നമ്മുടെ തലവരയുടെ ഡയറക്ടർ ആയിക്കോട്ടെ, അഖിലും ഞാനൊക്കെ അഖിലൊക്കെ ഞങ്ങളൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അഖിലുണ്ട്, രോഹിത്, പിന്നെ അതുപോലെ ഗിരീഷ് എടി, രോഹിത്, അതുപോലെ കുറച്ചധികം പേരുണ്ടായിരുന്നു. ബിപിൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള, ശിവപ്രസാദ്, പിന്നെ മരണമാസത്തെ ശിവപ്രസാദ്, അങ്ങനെ ഇവരെല്ലാവരും കൂടിയുള്ള ഒരു ഗ്രൂപ്പൊക്കെ ഉണ്ട് ഷോർട്ട് ഫിലിംസിന്റെ. അപ്പൊ അതിലാണ് ഒരു ഇപ്പം നമ്മുടെ ആർട്ടിസ്റ്റുടെ നമ്പറൊക്കെ ചോദിച്ചാൽ കിട്ടുക. ദേവദത്ത്, അങ്ങനെ ഇവരൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവരൊക്കെ ഉള്ളപ്പോൾ ഈ ഷോർട്ട് ഫിലിം ചെയ്ത ആളുകൾ, ഇവരൊക്കെ ഒരു ടൈം ഷോർട്ട് ഫിലിം ചെയ്ത് ആ ഗ്രൂപ്പ് ഉണ്ട്. അതാണ് ശരിക്കും പറയുന്നത് ബേസിക്കലി ഒരു ബന്ധം എന്ന് പറയാം. ഇപ്പൊ സിനിമക്കാർ എന്ന് പറയുന്ന രീതിയിൽ ബന്ധമുള്ളത് അങ്ങനെയുള്ള ഗ്രൂപ്പിലുള്ള ഒരുപാട് പേരുണ്ട്. ഓക്കെ, അവരിലെല്ലാരും തന്നെ ഇപ്പൊ ഓരോരുത്തരും തന്നെ നല്ല വലിയ വലിയ മൂവീസ് ഒക്കെ തന്നെ എല്ലാരും തന്നെ ചെയ്തിട്ടുമുണ്ട് അല്ലെ. അപ്പോ അവിടെ നിന്ന് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാലും ബാക്കിയുള്ള ഈ പ്രൊഡ്യൂസറിനെ മാത്രം കിട്ടിയാൽ പോരല്ലോ, നമുക്ക് ബാക്കി എല്ലാം ഒരു ഡയറക്ടറാണ് തീരുമാനിക്കുന്നത്. ഓക്കെ, ഇതിനകത്തേക്ക് നമുക്ക് ആരെയൊക്കെ ടെക്നിക്കൽ സൈഡിലേക്ക് ആരെയൊക്കെ കൂടെ കൂട്ടണം, ഇതൊക്കെ ആയിട്ടാണല്ലോ നമ്മൾ ആക്ടേഴ്സും സൈഡിലേക്കൊക്കെ പോകുന്നത്. അപ്പൊ അവിടെ ഒരു ഡിസിഷൻ മേക്കിംഗ് ഒക്കെ എടുക്കാനായിട്ട് ഫെബിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? എന്നെ പ്രൊഡക്ഷൻ സൈഡിൽ ഇപ്പം ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട്. പ്രൊഡക്ഷൻ സൈഡിലാണ് അവർ ഒരുപാട് ഓപ്ഷൻസ് തന്നിരുന്നു. പിന്നെ നമുക്ക് ഇപ്പം ക്യാമറ ആയാലും കോസ്റ്റ്യൂംസ്, അങ്ങനെ അവർ ഒരു ഓപ്ഷൻസ് തന്നിരുന്നു. പല ഓപ്ഷൻസിൽ നിന്നും പിന്നെ നിങ്ങൾ നമുക്ക് വർക്ക് ആവുന്ന എല്ലാവരും വർക്ക് ആവണമെന്നില്ലല്ലോ. അപ്പൊ അതിൽ നിന്നും നിങ്ങൾക്ക് വർക്ക് ആവുന്ന ആൾക്കാരെ നോക്കി ഫൈനലിലേക്ക് വരികയായിരുന്നു ചെയ്തത്. ഓക്കെ, അപ്പോൾ ഏകദേശം ഒരു ഇത്രയും വന്ന് നിൽക്കുമ്പോൾ ഈ ഒരു ജേർണി ചോദിച്ചു കഴിഞ്ഞാൽ ഫെബിൻ എത്ര നാളായിട്ട് സിനിമയുടെ ഈ ഒരു ത്രെഡ് തുടക്കമില്ലേ അവിടെ നിന്ന് ഇവിടം വരെ പറഞ്ഞു നിൽപ്പ് ഏകദേശം എത്ര വർഷമായിട്ടുണ്ടാവും? സിനിമ എടുക്കണം, എനിക്ക് സിനിമയാണ് ഇനി എൻ്റെ അടുത്തത്. എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഷോർട്ട് ഫിലിം തൊട്ട് എന്ന് വേണമെങ്കിൽ പറയാം. ആണടി എന്ന ഷോർട്ട് ഫിലിം തൊട്ടിട്ട് എനിക്ക് അപ്പം കുറേ വർഷങ്ങളായി അത് ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞ ശേഷമാണ് എനിക്കൊരു നമുക്ക് ഇത് ചെയ്യാൻ പറ്റുന്നുള്ള കോൺഫിഡൻസ് ഒക്കെ വരുന്നത്. കഥ എഴുതാന്നുള്ളത് വരുന്നത്, സ്ക്രിപ്റ്റ് എഴുതാന്ന് വരുന്നത്. അപ്പം നമ്മൾ സ്ക്രിപ്റ്റ് എഴുതുന്നു. ഓക്കെ, പക്ഷെ ആ സമയത്തൊക്കെ എഡിറ്ററായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ? എനിക്ക് ചെറിയ ഔട്ട് സൈഡ് വർക്കുകളൊക്കെ ആ സമയത്ത് കിട്ടുന്നുണ്ടായിരുന്നു. ഞാൻ പക്ഷേ ആ സമയത്ത് ഞാൻ റിസൈൻ ചെയ്തായിരുന്നു. പിന്നെ ചാനലിൽ റിസൈൻ ചെയ്തു. പിന്നെ കംപ്ലീറ്റ് സിനിമ എന്നുള്ള രീതിയിലേക്ക് ഒരു ദിവസം രാവിലെ തീരുമാനിക്കുന്നു. ചാനലിലെ എഡിറ്ററും കൂടെ എഡിറ്ററായിരുന്നു. ഓക്കെ, അപ്പം ചാനലിൽ വെച്ചിട്ടും ഒരുപാട് താരങ്ങളെ പരിചയപ്പെട്ടിട്ടുണ്ടാവണം. ഇല്ല പരിചയപ്പെട്ടിട്ടൊന്നുമില്ല. അങ്ങനെ പരിചയപ്പെടാൻ ശ്രമിച്ചിട്ടില്ല. ഒരു നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലെ ഒരു ഉൾവിളി ഉള്ളത് കൊണ്ട് ഞാൻ അങ്ങനെ പിന്നെ മടിച്ചങ്ങനെ നിന്നു. എനിക്കങ്ങനെ പെട്ടെന്ന് ഒരാളെ പരിചയപ്പെടാൻ പറ്റില്ല. ഞാൻ മാറിയൊക്കെയാണ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഒരു 7-8 വർഷമായിട്ട് സിനിമ ഉള്ളിൽ നേറി അതിലേക്കുള്ളൊരു ശ്രമത്തിലൂടെയാണല്ലോ ഓരോ ദിവസം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഫാമിലിയുടെ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് നിങ്ങൾക്ക് ഇത്രയും വർഷമായിട്ട് ഇവിടെ നിൽക്കാൻ പറ്റുന്നത് അല്ലേ? എങ്ങനെയായിരുന്നു അവരുടെയൊക്കെ അച്ഛൻ്റെയും അമ്മയുടെയും അല്ലെങ്കിൽ കുടുംബത്തിലുള്ള ആരുടെയും എല്ലാവരുടെയും വൈഫിൻ്റെ ഒക്കെ ഒരു സപ്പോർട്ടൊക്കെ എങ്ങനെയായിരുന്നു? ഞാൻ ഒരു ടൈമിൽ എന്താ പറയുക, നമ്മുടെ ഹൗസ് ഹസ്ബൻഡ് അങ്ങനെയല്ല പറയാൻ പറ്റുക. അതുപോലെ ഞാൻ ആ വീട്ടിൽ തന്നെയായിരുന്നു. പിന്നെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നു. വൈഫ് ജോലിക്ക് പോയിരുന്നു. അപ്പം അച്ഛൻ മരിച്ചുപോയി, മരണപ്പെട്ടു വരുന്നു. അപ്പം പിന്നെ അതിനുശേഷം അമ്മയ്ക്ക് പിന്നെ നമുക്ക് ആഗ്രഹങ്ങളാണ്. നമ്മുടെ എല്ലാ ടിപ്പിക്കൽ എല്ലാ ഇതിൽ പറയുന്ന പോലെ മോനെ നന്നായി വരണം എന്നുള്ളത് മാത്രം. വൈഫ് അതിനുവേണ്ടി കുറച്ച് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഇങ്ങനെ ജോലിക്ക്. വൈഫിന് താല്പര്യം ഉണ്ടായിരുന്നോ സിനിമ? ഇല്ല, അവർക്ക് അങ്ങനെ താല്പര്യം ഉണ്ടായിരുന്നില്ല. ബേസിക്കലി സിനിമ അങ്ങനെ ഇഷ്ടമുള്ളതെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് സപ്പോർട്ട് ചെയ്യുന്നു മാത്രം. ഭയങ്കര സിനിമ പ്രേമിയോ അങ്ങനെയൊന്നും അല്ല. അങ്ങനെ സിനിമ കാണുന്നത് എന്റെ കൂടെ വരുന്നത് കൊണ്ട് സിനിമ കാണുന്നു. പക്ഷെ എനിക്ക് എന്റെ ആഗ്രഹം അതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയും. അപ്പൊ ആഗ്രഹം അതാണെന്നുകൊണ്ട് അങ്ങനെ പാവം നിസ്സഹായത്തിൽ സഹായിച്ചു പോവുകയാണ് അല്ലെ, എല്ലാവരും സപ്പോർട്ടും നൽകണം. എന്നാൽ നേരെ തിരിച്ച് അമ്മ ഒരു ദിവസം 3 സിനിമ വരെ കാണാൻ അമ്മ കാണും. അമ്മ ഭയങ്കര ചിൽ മൂഡാണ് അല്ലേ? ഞെട്ടിച്ചോണ്ട് അമ്മ എല്ലാ സിനിമകളും കാണും. ക്ലാസിക് മൂവീസും കാണും, കമേഴ്ഷ്യൽ മൂവീസ് കാണും, ഫൈറ്റ് മൂവീസ്, സ്റ്റണ്ടുള്ള മൂവി, ഇതെല്ലാം കാണും. പക്ഷേ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടം ഈ എനിക്ക് ടി വി ചന്ദ്രന്റെ ഒക്കെ അങ്ങനത്തെ നല്ല ക്ലാസിക് മൂവീസ് ആണ്. എന്നോട് ഇങ്ങനെ അങ്ങനത്തെ പടങ്ങൾ കാണുകയും ചെയ്തു. അപ്പൊ അമ്മയുടെ സപ്പോർട്ട് ഇത്ര അധികം സിനിമ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അമ്മയുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും കൂടെ ഉണ്ടായിട്ടുണ്ടാവണം. അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹമാണ് മകൻ ഒരു സിനിമ സംവിധാനം ചെയ്യണം. അമ്മയ്ക്ക് ഇതിന്റെ വരുമാനങ്ങളെ കുറിച്ചൊന്നും അറിയില്ല. പക്ഷെ അമ്മ ഇത് ചെയ്തോ എന്നുള്ള രീതിയിൽ തന്നെ. പക്ഷെ വൈഫ് ഇപ്പം എന്താ പറയാ, ചില ആൾക്കാർ നമ്മൾ പറയല്ലേ എത്ര അടിച്ചാലും നന്നാവില്ല, പിന്നെ പോണ വഴിയെ പോട്ടെ എന്ന് വിചാരിക്കുന്ന. അപ്പം വൈഫിന്റെ ഒരു രീതി അങ്ങനെയായിരുന്നു. ചില നോക്കുമ്പം ഫെബിൻ വേറൊന്നിനും താല്പര്യം കാണിക്കുന്നില്ല, സിനിമ തന്നെയാണ് മനസ്സിൽ.
എന്നാ പിന്നെ ഫെബിന്റെ ഇഷ്ടത്തിന് പോവട്ടെ, അങ്ങനെ ഒരു ഇതിലേക്കായിരുന്നോ? ഇപ്പം വേറെ എന്തെങ്കിലും ജോലിയുടെ ഒക്കെ നമുക്ക് വേറെ ജോലിയൊക്കെ ഉണ്ടാവില്ല, നമുക്ക് ഇന്ന സ്ഥലത്ത് വേക്കൻസി, ഇപ്പൊ എഡിറ്റർ ആണല്ലോ, അപ്പൊ എഡിറ്റർ വേക്കൻസി എന്നൊക്കെ കാണുമ്പോൾ നൈസായിട്ട് കൊണ്ടുപോയി തരും. എന്നിട്ട് ഒരു അപ്ലൈ ചെയ്ത് ഇതിൽ ചെയ്ത് കഴിഞ്ഞിട്ട് നേരെ സിനിമ നോക്കിയാൽ പോരെ, എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നതെങ്കിൽ. പിന്നെ അതൊക്കെ ആദ്യം വട്ടൊക്കെ ആയിരുന്നു. പിന്നീട് പുള്ളിക്കാരത്തി തന്നെയായിരുന്നു കാര്യങ്ങൾ നോക്കിയിരുന്നത്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഒരു സമയത്ത് വീട്ടിലെ കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്തിരുന്നതും റൺ ചെയ്തിരുന്നതും എല്ലാം വൈഫായിരുന്നു. ഓക്കെ, വൈഫിന്റെ പേര് സിനി. ഓക്കെ, അപ്പം സിനിയാണ് അന്ന് ഒരു സമയത്ത് ഇതെല്ലാം കൂടെ, ഒരു സമയത്തെന്നല്ല കാര്യങ്ങളെല്ലാം നോക്കി. പക്ഷെ ഇന്നിപ്പം ഒരു സിനിമ എടുത്തിരിക്കുന്നു, അപ്പൊ ഇനി ഇത് തിയേറ്ററിലേക്ക് റിലീസ് ചെയ്യുമ്പോൾ ആ സിനിയുടെ, എനിക്ക് തോന്നുന്നു ഫെബിനെക്കാട്ടിലും ഉള്ളിന്റെ ഉള്ളില് ഈ സിനിമ ബിഗ് സ്ക്രീനിൽ കാണാനായിട്ട് സിനിക്കും അതേപോലെ തന്നെ അമ്മയ്ക്കുമായിരിക്കും ഏറ്റവും കൂടുതൽ ഒരു എക്സൈറ്റ്മെന്റ്. അമ്മയ്ക്കായിരിക്കും തോന്നുന്നുണ്ട്. ആണോ? എനിക്ക് വൈഫിനെക്കാട്ടും കൂടുതൽ ആഗ്രഹം അമ്മയ്ക്ക് തന്നെയാണ്. ഓക്കെ, അമ്മയ്ക്കൊന്ന് എനിക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും അമ്മയുടെ ഒരു 10 ആളെ കൂട്ടിയായിരിക്കും അമ്മ പഴയ സ്കൂൾ ഗ്രൂപ്പിലൊക്കെ കൊണ്ടുപോയി ദിവസം ഇടുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ വിളിക്കും, അമ്മ ആളെ കൂട്ടും, വടകര ഫുൾ കൂട്ടി. അങ്ങനെ വഴി പോകുന്ന ആളുകളോടൊക്കെ പറയുന്നുണ്ട് എന്റെ മോന്റെ പടം ഉണ്ട് കാണണേ എന്ന് പറഞ്ഞിട്ട് അമ്മ എല്ലാവരോടും പറയും. വാവ്, സിനിമയിലൊക്കെ കാണുന്ന പോലത്തെ ഒരു കഥാപാത്രമാണല്ലോ അമ്മ. അപ്പൊ ആളെ അന്നപ്പം വടകര ഹൗസ്ഫുൾ ആക്കാനുള്ളതല്ല അമ്മ ഏറ്റവും ആ ഏരിയ. അമ്മ എന്നെ പോലെ തന്നെയാണ്, അങ്ങനെ സംസാരം ഭയങ്കര കുറവാണ്, പക്ഷെ ഇങ്ങനെ വീട്ടിലൊക്കെ ഒതുങ്ങിയിരിക്കുന്നതാണ്. പക്ഷെ ഇത് പരിചയമുള്ള ആൾക്കാരോടും ഗ്രൂപ്പിലും ഒക്കെ ഇങ്ങനെ ഇപ്പൊ എന്നോട് ഇങ്ങനെ പറയും ദിവസം ഇങ്ങനെ, എനിക്ക് പോസ്റ്റർ താടാ, എനിക്ക് അയച്ചതാ, ഞാനിത്. അപ്പൊ അമ്മ ആ ഏരിയ ഒക്കെ അമ്മ ഹാൻഡിൽ ചെയ്തു. എന്നാലും സിനിയും ഇപ്പം നിങ്ങൾ ഇപ്പം എന്താ പറയാ, സിനിയുടെ മുമ്പിലാണെങ്കിലും ഫെബിന് പ്രൂവ് ചെയ്ത് കാണിക്കാൻ പോവുകയാണ് അല്ലേ? ഇത് അല്ലേ? ആയിരിക്കും. അതെ എന്തായാലും. കാരണം ആ ഒരു സിനിയും അപ്പോഴായിരിക്കും ബിഗ് സ്ക്രീനില്. കാരണം സിനിമ എന്താണെന്ന് സിനിക്കും ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയില്ല. ഇതിന്റെ പിന്നിൽ ഇത്രയും നാളത്തെ ഒരു വർക്ക് വേണം, ഇത് അത്രയും ഈസി ആയിട്ടുള്ള ഒരു പ്രോസസ്സ് അല്ല എന്നൊക്കെ ഇപ്പൊ കുറെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവണം. എന്നാലും ഇതിനി ബിഗ് സ്ക്രീനിൽ കാണുമ്പോഴായിരിക്കും വാവ്, ഇത് എൻ്റെ ഹസ്ബൻഡ് ആണോ ഇത് ചെയ്തത് എന്നുള്ള ആ ഒരു ഫീൽ കിട്ടാൻ പോവുക. കിട്ടും, അതൊക്കെ കിട്ടും ഫെബിൻ, അതെന്തായാലും കിട്ടും. അതേപോലെ തന്നെ മക്കളും വളരെയധികം ക്യൂരിയസ് ആയിട്ട് നിൽക്കായിരിക്കും അച്ഛന്റെ മൂവി കാണാൻ. മക്കൾക്ക് അത്ര വലിയ താല്പര്യമൊന്നുമില്ല, അതിനെപ്പറ്റി അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഒന്നും ആയിട്ടില്ല. അവരങ്ങനെ ഒരു അറിയില്ലെന്ന് തോന്നുന്നുണ്ട്. അവർക്ക് അച്ഛൻ ഇങ്ങനെ സിനിമ ചെയ്യുന്നു അറിയാം. മോള് പറയും എന്താ ജോലി എന്നൊക്കെ, സിനിമ പാട്ട് എന്തോ പറയും, സിനിമ പാട്ടാണെന്നൊക്കെ പറയും. അല്ലാണ്ട് ഇന്നതാണ് ഇതിന്റെ ഒരു കാര്യങ്ങളൊന്നും അറിയില്ല. ഓക്കെ, അപ്പൊ ഈ ലോകത്തെ കുറിച്ച് അവർക്ക് അത്ര വലിയൊരു അതിന്റെ ഒരു പടം ചെയ്യാൻ അവര് എന്തോ ഒരു ജോലിക്ക് പോകുന്നു, അത്ര മാത്രമേ അറിയുന്നുള്ളൂ. സിനി അധികം അവരെ ഇതൊന്നും അറിയിക്കാണ്ട് അങ്ങനെ വളർത്തിക്കൊണ്ട് വരികയാണ്. അതായിരിക്കും ആ ഒരു ഇതിലേക്ക് പോകണ്ടെന്ന് വിചാരിച്ചിട്ട്. ശരി, എന്തായാലും ഇതെല്ലാം കഴിഞ്ഞ് ഇത്രയ്ക്കും ഞാൻ മനസ്സിലാക്കിയതെല്ലാം ഒരല്പം ഷൈ ആണ് ഫെബിൻ. കാര്യങ്ങളിൽ എല്ലാത്തിനും ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ട്. അങ്ങനെയൊക്കെ ആകുമ്പോഴും ഷോർട്ട് ഫിലിം 3-4 ചെയ്തു എന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ പോലും അവസാനം നമ്മൾ എഴുതി വെച്ച സ്ക്രിപ്റ്റ് ഇതെല്ലാമായി അത് ചെയ്ത് നമ്മൾ കഥയെല്ലാം പറഞ്ഞു, ആക്ടേഴ്സ് എല്ലാവരുമായി നമ്മുടെ ഫസ്റ്റ് ഡേ, ആ ബിഗ് ഡേ വരെയാണ്, ഫസ്റ്റ് ഷൂട്ടിംഗ് ഡേ. ഒന്ന് റിക്കളക്ട് ചെയ്യാമോ? ഫസ്റ്റ് എനിക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് തന്നാല് സിനിമയില് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് തന്നാല് എനിക്ക് ആക്ഷൻ കട്ടുപിടിക്കുന്നതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. എനിക്ക് അതാണ് ആക്ഷൻ കട്ടും പറയാന്ന് പറഞ്ഞാൽ എനിക്കതല്ല, ആൾക്കൊക്കെ റിലേറ്റ് ആവുന്നുണ്ടെന്ന് എനിക്കറിയില്ല. കാരണം എന്നെ എല്ലാരും നോക്കുക, എന്നെ എല്ലാരും നോക്കി നിൽക്കുക, അപ്പൊ ഞാൻ ഇതിലിങ്ങനെ മൈക്ക് പിടിച്ചിട്ട് പറയണം, ഇത് മൈക്കും തരുമല്ലോ, അപ്പൊ ഞാൻ ഇതിൽ ആക്ഷൻ കട്ടും പറയാന്നുള്ളതാണ് ഏറ്റവും ബുദ്ധിമുട്ട്. അപ്പൊ ഞാൻ അത് എനിക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു. പിന്നെ പക്ഷെ ഞാൻ ഫസ്റ്റ് ദിവസം എനിക്കത് പിന്നെ മൈക്കൊന്നും ഇല്ലായിരുന്നു. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, മൈക്കൊന്നും ഇല്ല, ഒരു ജ്വല്ലറീൻ്റെ ഉള്ളിലായിരുന്നു. അപ്പോൾ എനിക്ക് അന്ന് എനിക്ക് പിന്നെ ഇതിൻ്റെയൊക്കെ ഇത് ഫസ്റ്റ് ദിവസം ഈ ടെൻഷൻ, ഇത്ര നമുക്ക് മൈസൂരായിരുന്നു ഷൂട്ടിംഗ് ഉണ്ടായിരുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇതിൻ്റെ മൈസൂർ നമുക്ക് കുറച്ച് ബഡ്ജറ്റ് ബേസ് ഒക്കെ ഭയങ്കര കൂടുതലായതുകൊണ്ട് നമ്മൾ വളരെ കുറച്ച് ദിവസമാണ് എടുത്തിട്ടുള്ളൂ. പക്ഷെ എടുക്കാനാണെങ്കിൽ ഒരുപാടുണ്ട്. അപ്പം എത്രയും പെട്ടെന്ന് തീർക്കണം എന്നുള്ളതുകൊണ്ട് ഒരുപാട് പരിപാടികൾ ഇത് കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞാൽ ഇത് ഒരുപാട് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു.
അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനിൽ എനിക്ക് ആക്ഷൻ പറഞ്ഞതൊന്നും എനിക്ക് ഓർമ്മയില്ല. പറഞ്ഞോന്ന് തന്നെ ഓർമ്മയുണ്ടാവില്ല. പറഞ്ഞ ഒരു ഓർമ്മയില്ല. ഞാൻ ആക്ഷൻ വിളിച്ചു. ഇത് കഴിഞ്ഞ് എനിക്ക് അടുത്തെടുക്കേണ്ട ഓട്ടത്തിലായിരുന്നു. വണ്ടി കയറുന്നു, ഓടുന്നു എന്ന് കരുതി. ഇത് കഴിഞ്ഞ ശേഷം എനിക്ക് തോന്നുന്നു ഞാൻ ഏറ്റവും കൂടുതൽ ആ സമയത്തൊന്നും വളരെ ചെറിയ ക്രൂ ആയിരുന്നു. എല്ലാവരുമായിട്ടും ഭയങ്കര ക്ലോസ് ആയിരുന്നു. നമ്മുടെ ആർട്ടിസ്റ്റ് ആണെങ്കിൽ മൂന്ന് പേരേ ഉള്ളൂ. വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷെ എനിക്ക് അത് കഴിഞ്ഞിട്ട് വയനാട് സെക്ഷനിലായിരുന്നു. അപ്പോൾ ഒരുപാട് ജൂനിയർ ആർട്ടിസ്റ്റുകൾ, ഒരുപാട് ആളുകൾ എല്ലാവരും വന്ന ദിവസം ഞാൻ പെട്ടു. അന്ന് എനിക്ക് ആക്ഷനൊക്കെ വിളിക്കാൻ അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷൻ സീനിലും എനിക്ക് ഈ സമയത്തൊക്കെ ആളുകൾ വരുമ്പോൾ എല്ലാം ഇങ്ങനെ കുറെ ആളുകളൊക്കെ ഉണ്ടാകുമ്പോൾ എനിക്ക് ഇങ്ങനെ വിറക്കല്ല, എനിക്ക് ഞാനിത് ഒളിച്ചിരുന്നൊക്കെ ഇത് പറയാണ്ടിരുന്നാലോ എന്നുള്ള ആ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. അപ്പൊ കൈ കൊണ്ട് ആക്ഷൻ കൊടുത്തോ? നിഖിലേക്ക് വന്നിട്ടുണ്ട്, ഒരു കട്ട് വിളിക്കണോ നിഖില പറയും, അക്കിം പറയും ആക്ഷൻ ഒന്ന് സൗണ്ട് ഒച്ചത്ത് പറയാന്ന് പറയും, സൗണ്ടിൽ പറയാൻ പറയും. എനിക്കത് അതൊക്കെയായിരിക്കും ബുദ്ധിമുട്ട്. പക്ഷെ എന്നിട്ട് ഏതെങ്കിലും എത്ര ദിവസം ഉണ്ടായിരുന്നു മൊത്തം ഷൂട്ട്? 42 ദിവസം ഉണ്ടായിരുന്നു. ഈ 42 ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം അവസാനം കോൺഫിഡൻസ് എല്ലാം ഗെയിൻ ചെയ്ത് ആക്ഷൻ കട്ട് പറഞ്ഞൊരു ദിവസം ഉണ്ടായിട്ടുണ്ടോ? അത് എല്ലാം തോന്നുന്നുണ്ട് എനിക്ക്. പിന്നെ ഞാൻ ഈ നമ്മൾ പറയാ എന്താ പറയാ, ഷോട്ടിന് ഒരു ഗുഡ് ഷോട്ട് പറയും നമ്മൾ ആർട്ടിസ്റ്റുകളൊക്കെ ആഗ്രഹിക്കില്ല. എന്താ പറയാ, നല്ലൊരു മൊമെന്റ് എടുത്തു കഴിഞ്ഞാൽ ഗുഡ് ഷോട്ട് പറയാം. അപ്പോൾ അത് ഇങ്ങനെ ഇവരൊക്കെ വന്നിട്ട് പറയും ഒരു ഗുഡ് ഷോട്ട് പറ. ഞാൻ അവർ പ്രൈവറ്റ് ആയിട്ട് പറയും നന്നായിട്ടുണ്ട്, നന്നായി ചെയ്തിട്ടുണ്ട് പറയും. അപ്പം അത് പറഞ്ഞൊരു ദിവസം ഒരു ഗുഡ് ഷോട്ട് പറഞ്ഞിരുന്നു. അതൊന്നും എനിക്ക് തോന്നുന്നു അതാണ് ഞാൻ ഭയങ്കര കോൺഫിഡൻസ് ആയിട്ട് പറഞ്ഞത്. അത് ആരോടാണ് പറഞ്ഞത്? നിഖിലോട് തന്നെ ആണോ? ഓ, അപ്പൊ നിഖിലേക്ക് സമാധാനമായി കാണും ഫൈനലി. നിഖില അവര് നമ്മളീ ഞാൻ ഭയങ്കര കംഫർട്ട് ആയി കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ ഒരു സ്പേസിൽ കംഫർട്ട് ആയി കഴിഞ്ഞാൽ കളിയാക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഏറ്റവും വലിയ ഒരു പരിപാടി. അത് എൻ്റെ കൂട്ടുകാർക്കിടയിൽ കളിയാക്കുന്നത് ഭയങ്കര, അവർക്ക് വേണ്ടി കഥകൾ ഉണ്ടാക്കിയ കളിയാക്കുക. അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കുന്നതുകൊണ്ട് ഗുഡ് ഷോട്ട് പറഞ്ഞപ്പോഴും പുച്ഛിച്ച് പോകും, അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. അതുകൊണ്ട് തന്നെ കുഴപ്പമില്ലായിരുന്നു. ഓക്കെ. അപ്പോ ഈ എന്താ പറയുക, ആക്ഷൻ കട്ട് പറയാൻ മടിയാണെന്ന് പറഞ്ഞു. പക്ഷെ ഒരു ഡയറക്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ തൊപ്പിയൊക്കെ വെച്ചിരുന്നോ? എൻ്റെ അമ്മ, അതൊന്നും ചിന്തിക്കാൻ പറ്റില്ല. സാധാരണ എല്ലാരും ഡയറക്ടർ എന്ന് പറഞ്ഞ തൊപ്പി വെക്കണമല്ലോ, നമ്മൾ കാണുന്നതൊക്കെ അങ്ങനെയല്ലേ സിനിമയിലൂടെ. അപ്പൊ അത് വെച്ചിട്ടില്ല. ഞാനൊരു സാമ്പ്രദായ സിനിമക്കാരനല്ല, അത് വെച്ചില്ല. ഓക്കെ. അപ്പൊ അവിടെ ഒതുങ്ങി തന്നെ നിൽക്കുന്നത്. അപ്പൊ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡയറക്ടർ ഏതാന്നാ പെട്ടെന്ന് ക്രൂയിലേക്ക് വന്നാൽ ഒരാൾക്ക് ഐഡന്റിഫൈ ചെയ്തെടുക്കണമെങ്കിൽ പാടായിരിക്കും ചിലപ്പോ. ആണല്ലേ? നിങ്ങൾ എവിടെയെങ്കിലും ഒതുങ്ങി നിൽക്കുമ്പോ ഇങ്ങനെ ഏറ്റവും ഒതുങ്ങി നിൽക്കുന്നുണ്ടാവും അവിടെ. എനിക്കത് ഭയങ്കര പ്രശ്നമായിരുന്നു. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ എനിക്ക് മാറിയിട്ടുണ്ടാവും. ഇതൊക്കെ ലൈഫിൽ ഫസ്റ്റ് ടൈം ആവുമ്പോ മിക്കവർക്കും ഇതൊക്കെ ഒരു ഫേസിൽ കൂടെ പോകുന്നതാണ്. എനിക്ക് അത് ഇതുകൊണ്ടല്ല, ഇത് പുതിയതായതുകൊണ്ടല്ല, എനിക്കൊരു എൻ്റെ ഒരു കംഫർട്ട് സ്പേസിൽ മാത്രം കംഫർട്ട് സ്പേസ് ആവണമെന്നേ ഉള്ളൂ. പക്ഷെ അത് മറ്റുള്ളവരുടെ പ്രശ്നമല്ല, അത് എൻ്റെ പ്രശ്നമാണ്. അതെ, അത് ചില ആൾക്കാരുടെ ക്യാരക്ടർ അങ്ങനെയാണല്ലോ. പക്ഷെ ഞാൻ ചോദിച്ചോട്ടെ ഫെബിൻ, ഒരു ഡയറക്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഓരോരോ പ്രോസസ്സ് ഉണ്ട്. അതായത് ക്യാമറ ഏത് ആംഗിളിൽ വെക്കണം, എവിടെ നിന്ന് എന്തായിരിക്കും എനിക്ക് വേണ്ടത്, ഏതിലൂടെ എടുക്കണം, അല്ലെങ്കിൽ എൻ്റെ ആരെയൊക്കെ കൂടെ എത്ര പേരെ എനിക്ക് അസിസ്റ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ എനിക്ക് അസോസിയേറ്റ് ചെയ്യാനായിട്ട് ആരൊക്കെ എൻ്റെ കൂടെ നിർത്തണം, എനിക്ക് ഇന്നത്തെ ദിവസം ഷൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് വേണ്ട കാര്യങ്ങൾ, അങ്ങനെ ടെക്നിക്കലി പറഞ്ഞു പോകുമ്പോഴത്തെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. അതൊക്കെ മാനിപ്പുലേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ അതൊക്കെ ഒരു ലൈനിലേക്ക് ആക്കാനും അതൊക്കെ ഓർഗനൈസ് ചെയ്യാനും അവിടെയൊക്കെ ഫെബിന്റെ കാലിബർ എങ്ങനെയാ? ഞാൻ വിചാരിക്കുന്ന വെച്ചാൽ നമുക്ക് രണ്ട് രീതിയിൽ വേണമെങ്കിൽ ഇവരൊക്കെ യൂസ് ചെയ്യാം. കമാൻഡ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര നമ്മുടെ ഫ്രണ്ട്ലി ആയിട്ട് നമ്മുടെ, ഞാനിപ്പം എൻ്റെ പ്രീ പ്രൊഡക്ഷൻ തന്നെ നമുക്ക് എന്താണ് വേണ്ടതെന്നുള്ളത് എല്ലാവർക്കും അസിസ്റ്റൻസ് ഡയറക്ടേഴ്സും എല്ലാവരും നമ്മുടെ കൂടെയുള്ള ആളുകൾക്കൊക്കെ കൃത്യമായിട്ടൊരു ധാരണ ഉണ്ട്. കാരണം നമ്മൾ ഇതിൻ്റെ ഒരു ഇപ്പം നമ്മളിപ്പോൾ സ്റ്റേഷനാണെങ്കിൽ പോലീസ് സ്റ്റേഷനാണെങ്കിൽ അതിൻ്റെ 3D ഇതൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇവിടെയാണ് ഇന്ന മൂവ്മെൻ്റാണ്, ഇന്ന ക്യാമറ മൂവ്മെൻ്റാണ് ഓരോ ഷോട്ടിലും വേണ്ടതെന്നുള്ളതൊക്കെ പ്രീ പ്ലാൻ നമ്മൾ ആദ്യമേ ചെയ്തിരുന്നു. അപ്പോൾ അതൊക്കെ ആ പ്രീൻ്റെ കുറച്ചധികം പ്രീ ഉണ്ടായിരുന്നു. അപ്പം ആ പ്രീ ഭയങ്കര ഒരു ഗുണം ചെയ്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻസ് ഇല്ലായിരുന്നു. ഷൂട്ടിങ്സ് എവിടെ വന്നിട്ട് ഇനി അടുത്തത് എന്താണ്, ഇതെന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് എല്ലാവർക്കും അറിയാം. പിന്നെ എൻ്റെ കൂടെയുള്ള സുഹൃത്തുക്കളോട് അവരോട് എനിക്കൊരു പ്രശ്നമില്ലായിരുന്നു. കംഫർട്ടബിൾ ആണ്.
ഇത് കഴിഞ്ഞ ശേഷം അവർ എൻ്റെ അടുത്ത സുഹൃത്തുക്കളാണ്. ഇപ്പോഴും അവർ വന്ന് എൻ്റെ കൂടെ തന്നെ ഉണ്ടാവലുണ്ട്. അപ്പം അതുകൊണ്ട് എനിക്ക് ഈ ഒരു നമ്മളിപ്പോൾ കമാൻഡിങ് അല്ലാതെ നമ്മൾ ഭയങ്കര ഫ്രണ്ട്സ് ആയിക്കൊണ്ട് തന്നെ ഇത് ഡീൽ ചെയ്യാവുന്നതേ ഉള്ളൂ. അത് ഓരോരുത്തർ ചോയ്സാണ് ഇത് എങ്ങനെ ചെയ്യണം എന്നുള്ളത്. ഓക്കെ, പക്ഷേ നമ്മളിപ്പം വേറെ ഏതെങ്കിലും ഒരു സീനിയർ ഡയറക്ടറിൻ്റെ കൂടെ നമ്മൾ കുറച്ച് നാൾ അസോസിയേറ്റ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ അദ്ദേഹം ചെയ്യുന്ന രീതി പ്രാക്ടിക്കലായിട്ട് എങ്ങനെ ഒരു സിനിമേനെ എടുക്കുന്നു, ഓരോ ദിവസം ഓരോ കാര്യങ്ങൾ എന്തൊക്കെയാണ് ചാർട്ട് ചെയ്യേണ്ട രീതി, അത് പേപ്പറിലാണല്ലോ നിങ്ങൾ ആദ്യം എല്ലാം എഴുതി വെക്കുക. ഇത് ചാർട്ട് ചെയ്തിട്ട് പിന്നെ അത് നിങ്ങൾ എല്ലാം പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്തിട്ടാണ് നിങ്ങൾ ആ ഡേയിലേക്ക് അത് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓരോന്നും ചെയ്യേണ്ട ആ ഒരു പ്രോസസ്സും കാര്യങ്ങളും എങ്ങനെയാണ് ഒരു സിനിമയുടെ ഒരു ഡേ ഷൂട്ടിംഗ് പോണത്, അതൊന്നും കാരണം ഫെബിൻ ഇതിനു മുമ്പ് ആരുടെയും കൂടെ നിന്ന് കണ്ടിട്ട് പോലുമില്ല അല്ലേ? അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ്. ഞാൻ സ്പോട്ട് എഡിറ്ററായിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്, സിനിമകളിൽ സ്പോട്ട് എഡിറ്ററായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ക്യാമറ ഞാൻ ഇതിന്റെ DIT ആയിട്ടും അങ്ങനെയൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ പ്രോസസ്സിങ് അറിയാം, നമ്മൾ കൂടെ പല സെറ്റുകളിലും വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പ്രോപ്പറായിട്ട് ഒരാളെ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്തില്ലെന്നേ ഉള്ളൂ. പക്ഷെ നമ്മൾ പിന്നെ സ്പോട്ട് എഡിറ്ററായിട്ടും DIT ആയിട്ടും കൂടെ ആ സെറ്റുകളിൽ സജീവമായിട്ട് നിന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു മൂവിയിൽ സ്പോട്ട് എഡിറ്ററായിട്ട് നിൽക്കുമ്പോഴും മനസ്സിന്റെ ഉള്ളിൽ നാളെ ഞാനൊരു സിനിമ ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ അറിഞ്ഞോ അറിയാതെയോ എടുക്കുന്ന പണി അതാണെങ്കിലും കണ്ണുകളും മനസ്സും എങ്ങനെയാണ് ആ ചുറ്റുവട്ടത്ത് കാര്യങ്ങൾ നടക്കുന്നത് എന്നത് അറിയാൻ ശ്രമിച്ചിട്ടുണ്ടാവണം അല്ലേ? അത് ഉറപ്പായിട്ടും എനിക്ക് തോന്നുന്നു എല്ലാവരും അത് ശ്രദ്ധിച്ചിട്ടുണ്ട്. നമുക്കിപ്പം നമുക്ക് ഇതെങ്ങനെ മാനേജ് ചെയ്യുന്നു, ഇതെങ്ങനെ ഈ പ്രോസസ്സിങ് എങ്ങനെ നടക്കുന്നു മാത്രമേ പഠിക്കാൻ പറ്റുള്ളൂ സെറ്റുകളിൽ നിന്ന്. മറ്റേതെല്ലാം ഇപ്പം ഞാൻ ഡയറക്റ്റ് ചെയ്യുന്നവരല്ലോ വേറൊരാളെ ഡയറക്റ്റ് ചെയ്തിട്ട് ഉറപ്പായിട്ടും അവർക്ക് അവരുടേതായ രീതികളുണ്ടാവും, അവരുടേതായ മേക്കിംഗ് മെത്തേഡ് ഉണ്ടാവും. ഓക്കെ, അങ്ങനെ അത് ഫൈനലി ഒരു ഡേയിൽ അതങ്ങ് തുടങ്ങി. ഏതെങ്കിലും ഒരു ഡേ കൈവിട്ടു പോയതായിട്ട് ചില ദിവസങ്ങളിൽ ഇപ്പോൾ പറഞ്ഞ പോലെ എല്ലാം നിങ്ങൾക്ക് പലതവണ പ്രീ പ്ലാൻ ചെയ്ത് വന്നുകൊണ്ട് അത്രയും നിങ്ങൾ ഹോംവർക്ക് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് പല ഡേയ്സും വളരെ സ്മൂത്ത് ആയിട്ട് പോയിട്ടുണ്ടാവാം. പക്ഷേ എന്നെങ്കിലും നിങ്ങളുടെ ഈ ഒരു എക്സ്പീരിയൻസ് ഇല്ലായ്മ കൊണ്ടോ അല്ലെങ്കിൽ അറിവില്ലായ്മ കൊണ്ടോ അല്ലെങ്കിൽ ആദ്യമാണ് ഇതൊക്കെ ചെയ്യുന്നതോ എന്നുള്ളത് കൊണ്ടോ ഏതെങ്കിലും ഒരു സമയം കൈവിട്ടു പോയിട്ടുണ്ടോ? കൈവിട്ടു പോയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ക്ലൈമാക്സ് പോർഷൻ നമുക്ക് പ്രശ്നം വന്നിരുന്നു. ക്ലൈമാക്സിൻ്റെ ഭാഗത്ത് എനിക്ക് ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ എനിക്ക് ലൊക്കേഷൻ നേരത്തെ കാണണം. എനിക്ക് ആ ലൊക്കേഷൻ കണ്ടു കഴിഞ്ഞിട്ട് ഞാനിപ്പം ആ ലൊക്കേഷൻ കണ്ടിട്ടാണ് നമ്മളൊരു എന്താ പറയുക ജോഗ്രഫി അത് കണ്ടു കഴിഞ്ഞ ശേഷമാണ് ഞാൻ ഈ മൂവ്മെൻറ്റുകൾ ഇതൊക്കെ പ്ലാൻ ചെയ്യലുണ്ടാവും. അപ്പം അത് എനിക്ക് കറക്റ്റ് നേരത്തെ അറിയില്ലായിരുന്നു. ആ ക്ലൈമാക്സ് പോർഷൻ അത് എനിക്ക് അത്ര പരിചയമില്ലാത്തൊരു സ്ഥലത്തായിരുന്നു ഷൂട്ട് ചെയ്യേണ്ടി വന്നത് അവസാനം. അത് നമ്മുടെ എന്താ പറയുക നമ്മുടെ ഒരു അവസാനം കിട്ടിയ അങ്ങനെയാണ് അവസാനം അത് വന്നത്. അപ്പം അത് ഭയങ്കര എനിക്ക് നമുക്ക് സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ പിന്നെ പക്ഷെ അതിന് വീണ്ടും അത് വേറൊരു ദിവസം വേറെ ഷൂട്ട് ചെയ്യേണ്ടി വന്നു. അത് നമുക്ക് കുറച്ച് പെർമിഷനും പരിപാടികളും അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ സമയപരിധി നമ്മളവിടെ എത്തുമ്പം ലേറ്റ് ആവുന്നില്ല. നമുക്ക് അവിടത്തേക്ക് കടത്തിവിടാൻ കുറച്ച് പിന്നെ നമ്മൾ വിചാരിച്ച പോലെയല്ലേ. രാവിലെ 8 മണിക്ക് നമ്മൾ എത്തിയെങ്കിലും നമ്മുടെ ക്രൂ ഷൂട്ടിങ് തുടങ്ങാൻ പറ്റിയത് 12:30-ക്കാണ്. 4 മണിയാകുമ്പോഴത്തേക്കും പക്ഷെ അവിടുന്ന് ഇറങ്ങേണ്ടി വന്നു. അങ്ങനെ ആ ഒരു പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. അത് മാത്രമാണ് എനിക്ക് തോന്നുന്നത് ഷൂട്ടിംഗ് സമയത്ത് ഉണ്ടായിരുന്നൊരു ആകെ ഉണ്ടായിരുന്ന സ്ട്രഗിള്. ബാക്കിയെല്ലാം നമുക്ക് വിചാരിച്ചതുപോലെ തന്നെയായിരുന്നു നമുക്ക് കിട്ടിയിരുന്നു. ഓക്കെ, പിന്നെ ഇപ്പോൾ ഷൂട്ടിംഗ് നറേഷൻ്റെ സമയത്ത് ബുദ്ധിമുട്ടുകൾ പറഞ്ഞില്ലേ, അതേപോലെയായിരുന്നു നമ്മളിപ്പം ആക്ഷനൊക്കെ പറഞ്ഞ് നമ്മൾ സെറ്റിൽ ആർട്ടിസ്റ്റുകൾ വന്നു, എല്ലാവരും തന്നെ സീനിയർ ആയിട്ടുള്ള ആക്ടേഴ്സാണ്. അവർ വന്നു എടുക്കുന്നു, ക്യാമറ നിൽക്കുന്നു, ഡയറക്ടർ ഇവിടെ നിൽക്കുന്നു, ഓരോ ഷോട്ടിലെയും കാര്യങ്ങൾ അത് അസിസ്റ്റൻസ് വന്ന് പറഞ്ഞു കൊടുക്കും, ഇന്നതൊക്കെയാണ് ഡയലോഗ്സ് എന്ന്. പക്ഷേ ഇവരൊക്കെ നമ്മൾ ചിലപ്പം ഒരുപക്ഷെ അഭിനയിച്ച് കാണിച്ചു കൊടുക്കേണ്ടി വരില്ല, അല്ലാതെ തന്നെ എല്ലാം ചെയ്യാൻ അറിയാൻ പറ്റുന്ന ആൾക്കാരാണ് എല്ലാവരും. പക്ഷെ എന്നിരുന്നാലും ഒരു ഡയറക്ടർ എന്നുള്ള നിലയിൽ നിങ്ങളുടെ മനസ്സിൽ എനിക്ക് ഈ ഷോട്ട് ഇങ്ങനെ വേണം, എനിക്ക് ഈ സീൻ ഇങ്ങനെ വേണം, എനിക്കിതാണ് ഇവിടെ വേണ്ടത് എന്നുള്ള അത് നിങ്ങളുടെ മനസ്സിലുണ്ടല്ലോ എത്രയാന്ന് പറഞ്ഞാലും. അപ്പോൾ അത് ഈ പറഞ്ഞ ആക്ടേഴ്സിൻ്റെ മുമ്പിൽ ഫെബിൻ പോയിട്ട് എങ്ങനെയാണ് അത് അവതരിപ്പിച്ചിരുന്നത്? അത് ഫെബിൻ ആക്ട് ചെയ്ത് കാണിക്കുമായിരുന്നോ അതോ അവരോട് തന്നെ കഥ പറഞ്ഞിട്ട് സിറ്റുവേഷൻ പറഞ്ഞിട്ട് അവർ തരുന്നത് അങ്ങ് വാങ്ങുകയാണോ ചെയ്തത്? ഞാൻ അത് അവരോട് നമ്മുടെ എന്താണ് സിറ്റുവേഷൻ, ഇയാളുടെ ക്യാരക്ടർ ഇങ്ങനെയാണ്, ഇയാൾ ഇങ്ങനെയാണ് ആ സമയത്ത് പെരുമാറുക, ഇത്തരത്തിലായിരിക്കും ഇയാളുടെ ബോഡി ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഏകദേശം നമ്മൾ ഇതിൻ്റെ ചോയ്സ് തന്നെയാണ് നമ്മുടെ തുടക്കം. അതായത് ഈ ആർട്ടിസ്റ്റിന് തുടക്കം ഞാൻ വിചാരിക്കുന്നതാണ്
നമ്മളിപ്പോൾ ഈ ആർട്ടിസ്റ്റ് തിരഞ്ഞെടുക്കുന്ന സമയമുണ്ടല്ലോ, അത് തന്നെയാണ് ഏറ്റവും വലിയ നിർണായകം. കാരണം ആ കഥാപാത്രത്തിന് പറ്റിയ ഏറ്റവും നല്ല ആളെ തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു പകുതി പണി കഴിയും. പിന്നെ അവരോട് നമ്മൾ ഈ ഒരു ബോഡി ലാംഗ്വേജ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് അയാളുടെ പെരുമാറ്റം, അല്ലെങ്കിൽ ഇതാണ് അയാൾ പറയുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പരമാവധി നമ്മൾ വിചാരിക്കുന്ന ഔട്ട് തരും. പിന്നെയും അതിൽ കുറച്ചും കൂടി നമുക്ക് ഇങ്ങനെയൊന്ന് ചേഞ്ച് ചെയ്താൽ ഇങ്ങനെ നന്നാവില്ലേ എന്നുള്ള ഇങ്ങനെ തന്നെയാണ് എൻ്റെ ഒരു പ്രോസസ്സിങ്. ഇങ്ങനെയാണ് ഞാൻ അവരോട് നമുക്ക് ഇങ്ങനെ പിടിക്കാം, അയ്യോ അത് പറ്റില്ല എനിക്ക്, അതും പറ്റൂല. അല്ല അത് പറ്റില്ല. അല്ലെങ്കിൽ ഞാൻ വെച്ചാൽ അത് ഞാൻ വിചാരിക്കുന്ന വെച്ചാൽ ഞാനത് ചെയ്തിട്ട് ഒന്നാമത് എനിക്ക് ചെയ്യാൻ പറ്റുമോ എനിക്കറിയില്ല. ഞാനത് ചെയ്ത് കഴിഞ്ഞ ശേഷം അത് അവരെന്നെ എൻ്റെ അതേ ബോഡി ലാംഗ്വേജ് അത് ഞാൻ ചെയ്യുന്നത് എന്താണോ അതാണ് ചെയ്യുന്നത്. കാരണം അവർ ചെയ്ത് കഴിഞ്ഞ ശേഷം അവരോട് തിരുത്തുന്നതായിരിക്കും ഏറ്റവും എനിക്ക് തോന്നിയിട്ടുള്ള എൻ്റെ ഒരു ഇതിൽ അവർ ചെയ്ത 2-3 ഓപ്ഷൻ അവരെന്തായാലും തരും. അധികം നല്ല ആർട്ടിസ്റ്റ് നോക്കിയെടുക്കാന്നുള്ളതാണ്. അവരിപ്പം ഇതാണെന്ന് പറഞ്ഞാൽ അവർ ചിലപ്പം ആദ്യത്തെ ടേക്കിൽ തന്നെ നല്ല നമ്മൾ വിചാരിക്കാത്ത നമുക്ക് വിചാരിക്കുന്നതിനെക്കാട്ടിലും നല്ല ഷോട്ട്സ് അവർ ചിലപ്പോൾ തന്നിട്ടുണ്ടാവും. അതൊക്കെ ഒരുപക്ഷെ ഇവരൊക്കെ നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആക്ടേഴ്സ് ആയതുകൊണ്ട്. ഇപ്പോൾ ഈ ഒരു സിനിമയിൽ ഒരു പുതുമുഖമാണ് ഫെബിൻ്റെ കൂടെ അഭിനയിക്കാനായിട്ട് വന്ന് നിൽക്കുന്നതെങ്കിൽ അദ്ദേഹം ടാലന്റഡ് ആണെങ്കിൽ ഈ പറയുന്ന പോലെയൊക്കെ നമുക്ക് കിട്ടും. പക്ഷെ എന്നാലും അവരുടെയും ഒരു തുടക്കമാണെങ്കിൽ അവർക്കും ഒരു ഹെസിറ്റേഷനോ ഇൻഹിബിഷൻസോ എന്തൊക്കെയെങ്കിലും അവർക്കും ഉള്ളിൽ ഒരു മടിയൊക്കെ ഉണ്ടാവണം അല്ലേ? അപ്പോൾ ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ അവിടെ ഫെബിൻ ആക്ട് ചെയ്ത് കാണിക്കേണ്ടി വരില്ലേ? അതുകൊണ്ടാണോ പുതുമുഖത്തിന് ഒന്നും തന്നെ? എനിക്ക് തോന്നുന്നു കുറെ പേര് പുതിയ ആൾക്കാരാണെന്ന് തോന്നുന്നുണ്ട്. കുറച്ച് പേര് അധികം പുതിയ ആൾക്കാർ കുറെ അധികം പേരുണ്ട് സിനിമയിൽ, കുറച്ച് പുതിയ ആളുകളുണ്ട്. അപ്പൊ അവരെ എങ്ങനെയാ ഹാൻഡിൽ ചെയ്തത്? എനിക്ക് അവരെ അല്ല എനിക്ക് ഭയങ്കര ഈസിയാണ്. കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഒരു പ്രശ്നമില്ല. ഞാനവിടെ അവരായിട്ട് ഭയങ്കര, കാരണം അത് എൻ്റെ ഭയങ്കര ആവശ്യവും കൂടി ആയതുകൊണ്ട് തന്നെ ഞാനവിടെ ഭയങ്കര എനിക്ക് ഏറ്റവും കൂടി ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളത് ഈ പുതിയ ആൾക്കാരെ ഹാൻഡിൽ ചെയ്യാനാണ്. എനിക്ക് ഭയങ്കര സൗകര്യമുള്ളതും കംഫർട്ടബിൾ ആയതുകൊണ്ട് അവരെ ഹാൻഡിൽ എനിക്ക് ഭയങ്കര ഈസി. പക്ഷെ അവരുടെ അടുത്താണെങ്കിലും ഫെബിൻ ആക്ട് ചെയ്ത് കാണിക്കാറില്ല, സിറ്റുവേഷൻ പറയുന്നതേ ഉള്ളൂ. ഞാൻ പറയുള്ളൂ. ഞാൻ മിക്കവാറും ചെയ്തിട്ട് ഞാൻ ചിലപ്പോൾ റിഹേഴ്സൽ 1-2 റിഹേഴ്സൽ പുതിയ ആൾക്കാരാകുമ്പോൾ ഞാൻ റിഹേഴ്സൽ പോകാം. റിഹേഴ്സൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇവരിങ്ങനെ കിട്ടും, ഇതിങ്ങനെയായിരിക്കും ഇങ്ങനെയായിരിക്കും. അപ്പോൾ ഇത് നമുക്കിങ്ങനെ കൈ ഇത്ര വീശണ്ട, നമുക്ക് ഇത്ര കർഷണസ് ഒക്കെ പറയേണ്ടി വരുള്ളൂ. ഓക്കെ. അപ്പോൾ ഈ ക്യാപ്റ്റൻസി പട്ടം എടുത്ത് തലയ്ക്ക് വെച്ചതിന് ശേഷം ഇന്ന് വരേക്കുമുള്ളതിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നിയിരിക്കുന്ന ഒരു നിമിഷം ഏതാണ്? എല്ലാ നിമിഷവും ഞാൻ ഭയങ്കര ആസ്വദിച്ച് ചെയ്തതാണ്. ഭയങ്കര ഇമോഷണൽ ആയിട്ടാണ് തോന്നിയെന്ന് വെച്ചാൽ എനിക്ക് മൈസൂർ കഴിഞ്ഞ ശേഷം തിരിച്ചു പോകുമ്പോൾ എനിക്ക് മൈസൂർ പോർഷൻ ഒരു 9 ദിവസമായിട്ടുണ്ടായിരുന്നു. അത് പോയി കഴിയുമ്പം എനിക്ക് ഭയങ്കര മൈസൂരോട് ഭയങ്കര ഇഷ്ടമൊക്കെ തോന്നിപ്പോയി. എങ്ങനെ വെച്ചാൽ എനിക്ക് ഭയങ്കര സ്മൂത്തായിട്ട് എല്ലാം ചെയ്യാൻ പറ്റി അവിടെ. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് അവിടുന്ന് ഭയങ്കര ഇമോഷണൽ. മൈസൂരിനോടൊക്കെ ഇത് കഴിഞ്ഞ ശേഷം എനിക്കൊന്ന് അങ്ങനെ തോന്നലൊക്കെ തോന്നി. അതെല്ലാം കഴിഞ്ഞ് ഇതിന്റെ ഡബിങ്ങും കഴിഞ്ഞ് മിക്സിങ് എല്ലാം കഴിഞ്ഞ് ഫൈനൽ ഒരു ഇത് ക്യാപ്റ്റൻ എന്തായാലും കൂടെ ഉണ്ടല്ലോ. ഇപ്പൊ ഡയറക്ടറിന്റെ ആ ഒരു ഫൈനൽ ഇതെല്ലാം മിക്സിങ് എല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ അയ്യോ ഈ സീൻ ഒന്നും കൂടെ എടുക്കാമായിരുന്നു, ഞാൻ അവിടെ ചെയ്ത് ശരിയായില്ല, ഇതൊന്നും കൂടെ എടുത്തിരുന്നെങ്കിൽ ഇതിലും ബെറ്റർ ആയേനെ, അങ്ങനെ ഒരു തോന്നൽ വന്നിട്ടുണ്ടോ? എന്തായാലും വരും അല്ലേ? ഞാൻ അയ്യോ അവിടെ ഞാൻ ഒന്നും കൂടി ചെയ്യിപ്പിക്കായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ ഇത് കുറച്ചും കൂടി ഇങ്ങനെ ചെയ്യായിരുന്നു എന്നൊക്കെ തോന്നുന്നുണ്ട്. അതൊക്കെ സ്വാഭാവികമാണ്. എനിക്കത് നമുക്കത് ഇപ്പം തോന്നിയിട്ട് കാര്യമില്ല, ശരി അന്ന് തോന്നുന്നതാണ്. എനിക്കത് കാണുമ്പം കുറച്ചും കൂടി ഇങ്ങനെ ഇതൊക്കെ എനിക്ക് കുറച്ചും കൂടി നന്നാക്കി എടുക്കാമായിരുന്നു എന്നൊക്കെ തോന്നിയിട്ടുണ്ട്. ആ തോന്നൽ വളരെ നല്ലതാണെന്നല്ലേ എല്ലാവരും പറയാ. കാരണം ഒരു ആർട്ടിസ്റ്റിന്റെ ഉള്ളിൽ എത്ര ചെയ്താലും മതിയാവില്ല, പിന്നെയും ബെറ്റർ ആയിട്ട് ചെയ്യണം എന്ന് തോന്നിക്കൊണ്ടേയിരിക്കും. അങ്ങനെ തോന്നുന്നിടത്താണ് ആർട്ടിസ്റ്റിന്റെ വിജയം എന്നാണ് ഓരോരുത്തരും പറഞ്ഞ് കേട്ടിരിക്കണത്. അപ്പോൾ അത് ഒരു തുടക്കക്കാരൻ എന്നുള്ള രീതിയിൽ ഫെബിൻ ഇപ്പോൾ എന്തായാലും അതിന്റെ ഒരു ഫൈനൽ ഔട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ ഒന്നും കൂടി സിനിമ ഒന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ. അങ്ങനെയല്ല, ഷൂട്ട് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്നല്ല, ഞാൻ ആ സമയത്ത് കുറച്ചും കൂടി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അത് എനിക്ക് തോന്നുന്നത് വേറെ ഞാനത് പറഞ്ഞപ്പോഴും വേറെ ആളുകളൊന്നും അത് വലിയ പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. എപ്പോഴും അങ്ങനെയാണല്ലോ നമുക്കല്ലേ. അപ്പൊ എനിക്കത് അതില് ചിലതൊക്കെയാണ് ഇപ്പം ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ചും കൂടി ആളുകളെ നിൽപ്പിക്കായിരുന്നു, അല്ലെങ്കിൽ ബസ് അങ്ങനെയൊക്കെ പറഞ്ഞ് ചില നമുക്ക് മൈന്യൂട്ടായിട്ട് തോന്നുന്ന ചില കാര്യങ്ങൾ. അത് പക്ഷെ അതൊക്കെ എനിക്കൊന്ന് ആസ്വാദനത്തിനൊന്നും നമ്മുടെ കൂടുതലുള്ള നമ്മുടെ ചലച്ചിത്രത്തിൽ ഞാനിപ്പോൾ എൻ്റെ
ഇപ്പം നമ്മുടെ സുഹൃത്തുക്കളോട് പറയുമ്പോൾ അവരോട് നമ്മുടെ അസിസ്റ്റൻസിനോട് അവരോട് പറയുമ്പോൾ നീ മിണ്ടാണ്ടിരി, അതൊന്നും പ്രശ്നമൊന്നുമില്ല. അതാ എപ്പോഴും അങ്ങനെയാണല്ലോ, അവരുടെ പോയിന്റ് ഓഫ് ആംഗിളിൽ നോക്കുമ്പോൾ എല്ലാം പെർഫെക്റ്റ് ആയിരിക്കും, നമുക്കാണ് ഒരു തൃപ്തിക്കുറവ്, കുറച്ചും കൂടെ ബെറ്റർ ആക്കാമായിരുന്നു എന്നുള്ള ഒരു തോന്നൽ വരിക. അതേപോലെ ഇത് കണ്ടപ്പോൾ ഏതെങ്കിലും ഒരു സീൻ കണ്ടപ്പം വാവ് സൂപ്പർ, ഞാൻ തന്നെയാണ് ഇത്ര സംഭവമായിട്ട് ചെയ്തത്, അങ്ങനെ തോന്നിയിട്ടുണ്ടാവും? മൊത്തത്തിൽ ചില മൂഡ് നമ്മൾ വിചാരിച്ച ചില പരിപാടികളൊക്കെ മ്യൂസിക്കിലേക്ക് നമുക്ക് മ്യൂസിക്കൊക്കെ വെച്ച് കഴിയുമ്പോൾ ഉണ്ടാകുന്നൊരു ഇമ്പാക്റ്റ് ഉണ്ട്. അത് എല്ലാം ഫൈനലായി കഴിഞ്ഞ ശേഷം ആ മ്യൂസിക്കിൽ വെച്ച് കേൾക്കുമ്പോൾ ഉണ്ടാകുന്നൊരു അത് നമുക്ക് നമ്മൾ കണ്ട ക്യാരക്ടേഴ്സ് എല്ലാം ആ ഇമോഷനൊക്കെ ഭയങ്കരമായിട്ട് കിട്ടിക്കഴിയുമ്പോൾ ഇത് നന്നായിട്ടുണ്ട് എന്ന് തോന്നുന്നു, അത് കിട്ടിയിട്ടുണ്ട്. ഓക്കെ. അപ്പൊ അങ്ങനെ എന്തായാലും ഫെബിന്റെ ഒരു 7-8 വർഷത്തെ മനസ്സിൽ കിടന്ന ഒരാഗ്രഹം ഇനി പുറം ലോകത്തേക്ക് കാണിക്കാൻ പോവാണ്, ഈ ലോകം മുഴുവൻ അറിയിക്കാൻ പോവാണ് അല്ലേ? പെണ്ണ് കേസ് ശരിക്കും നമ്മൾ അതിന്റെ ട്രെയിലർ, അതിന്റെ ഇത് കാണുമ്പം അത് കംപ്ലീറ്റ് ഒരു കോമഡി, ഒരു മൂഡിലൂടെ പറഞ്ഞു പോകുന്ന കഥയായിട്ടാണ് നമുക്ക് തോന്നുന്നത്. ആക്ച്വലി അത് കംപ്ലീറ്റ് ഒരു കോമഡി തന്നെയാണോ? അങ്ങനെയല്ല, അത് കോമഡി ആണ്, പക്ഷെ ആ സ്പേസ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ കുറച്ചൊരു നമ്മളൊരു ഡ്രാമയും അതിനകത്തുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ നമുക്കൊരു സോങ് വിട്ടിരുന്നു. ഇത്ര അധികം സാറ്റലൈറ്റ് ചാനലുകളിലെല്ലാം എഡിറ്റർ ആയിട്ട് ഇരുന്നിട്ടുണ്ട്, വേറെ സിനിമകൾക്ക് സ്പോട്ട് എഡിറ്റിംഗും ചെയ്തിട്ടുണ്ട്, എന്നിട്ട് എന്തുകൊണ്ട് താങ്കളുടെ സിനിമയിൽ താങ്കൾ എഡിറ്റ് ചെയ്തില്ല? അല്ല, അത് ഞാനത് നമ്മൾ കഥയിലിരിക്കുന്നു, കഥ എല്ലാവർക്കും ചിലർക്ക് അത് പറ്റിയായിരിക്കും, പക്ഷെ എനിക്കത് ഒരേ സമയം ഡയറക്ഷൻ ചെയ്യുമ്പോൾ കഥ എഴുതുന്നു, അത് അതിനുശേഷം നമ്മള് കഥ ആലോചിക്കുന്നു, പിന്നെ ഡയറക്റ്റ് ചെയ്യുന്നു, ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞ ശേഷം എഡിറ്റിംഗ് വേറെ ആളുടെ പോയിന്റ് ഓഫ് വ്യൂ വന്നു കഴിഞ്ഞാൽ അതാണ് ഏറ്റവും ബെറ്റർ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതാണ് അതുകൊണ്ട് അത് ചെയ്തില്ലെന്ന് എനിക്ക് അതിനെക്കാട്ടും ഞാൻ അതിൽ അത്ര ഭയങ്കര കോൺഫിഡൻസ് ഒന്നുമല്ല എഡിറ്റിംഗില്. ഓക്കെ. അപ്പൊ നമ്മൾ ഇനി എന്താണ് ഫെബ്രുവരിയിൽ നിന്നും കാണാൻ പോകുന്നത്? വീണ്ടും ഒരു ഡയറക്ഷനിലേക്ക് തന്നെയാണോ, അതോ അഭിനയമോഹവും ഉള്ളിലുണ്ടോ? അയ്യോ ഇല്ല, അഭിനയമൊന്നുമില്ല. എനിക്ക് ഇത് ഡയറക്ഷൻ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഞാൻ ഈ സമയങ്ങളിൽ കുറച്ചധികം കഥകൾ എഴുതി വെച്ചിട്ടുണ്ട്, അപ്പം അതിൽ ഏതെങ്കിലും ഒന്ന് ഓണാവും വിചാരിക്കുന്നു. സ്വന്തം കഥയ്ക്ക് മാത്രം സംവിധാനം ചെയ്യാനാണോ താല്പര്യം, അതോ മറ്റുള്ളവരുടെ കഥകൾക്ക് സംവിധാനം ചെയ്യുന്നതിനും താല്പര്യം? ഇല്ല, അങ്ങനെ ഒന്നുമില്ല, വലിയ പ്രശ്നമൊന്നുമില്ല. എനിക്ക് ഏതാണ് എനിക്ക് ബെറ്റർ ആയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഏതാണ്, അതായത് നമുക്ക് അതിലൊരു 100% കൊടുക്കാൻ പറ്റണമല്ലോ. ഈ കഥയിലായാലും നമുക്ക് നീതി പുലർത്താൻ പറ്റുന്ന നമുക്ക് ഇഷ്ടപ്പെടുന്ന ജോണർ ആണെങ്കിൽ പ്രശ്നമില്ല. ഏതാണ് ഫെബിന്റെ ഇഷ്ടപ്പെട്ട ജോണർ? എന്ത് ടൈപ്പ് മൂവീസ് ചെയ്യാനാണ് കൂടുതൽ ഇഷ്ടം? എനിക്ക് ഞാൻ ചെയ്തപ്പം പെണ്ണേഴ്സ് പോലെ ഞാൻ എല്ലാ മൂവിയും കാണാൻ ഇഷ്ടപ്പെടുന്നത് ഏറ്റവും കൂടി സ്പോർട്സ് ഡ്രാമയാണ്, പിന്നെ സർവൈവൽ മൂവീസാണ്. പക്ഷെ എനിക്ക് പെരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ, അങ്ങനെ പൊന്മുട്ടയുടെ താറാവ് പോലത്തെ പടങ്ങൾ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്, റിപ്പീറ്റഡ് വാച്ച് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ. അപ്പം മേക്ക് ചെയ്യുന്ന സമയത്തും അത്തരം സിനിമകളും താല്പര്യമാണ്? എനിക്ക് മേക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ജോണേഴ്സ് പടങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നത് ഈ ടൈപ്പ് ചെറിയൊരു കോമഡി ഡ്രാമ തന്നെയായിരിക്കും ഏറ്റവും കൂടുതൽ ചെയ്യാൻ താല്പര്യമുള്ളത്. ഓക്കെ. അപ്പൊ എന്തായാലും ഫെബിൻ എല്ലാവിധ ആശംസകളും നേരുന്നു. ഇത്രയും വർഷത്തെ ആ ഒരു സ്വപ്നം ഇനിയിപ്പോ തിയേറ്ററിലേക്ക് എത്താണ്. തീർച്ചയായിട്ടും നമുക്ക് പെണ്ണുകേസിന്റെ സമയത്ത് പ്രൊമോഷനൊക്കെ ഉണ്ടാവുമല്ലോ, ആ സമയത്ത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒരിക്കൽ കൂടെ സിനിമ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം. എല്ലാവിധ ആശംസകളും നേരുന്നു. സൂപ്പറായിട്ട് ഈ ഒരു ജേർണി ഇത് നല്ലൊരു തുടക്കമായി തന്നെ പോവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു ഫെബിൻ, താങ്ക് യു. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി.